ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടൂൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓഡിയോ ക്ലിപ്പാണ്, അതായത് നിങ്ങൾക്ക് കേട്ടുകൊണ്ട് പഠിക്കാം. നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട്, വായിച്ച് പഠിച്ചിട്ടുണ്ട്, എല്ലാ പഠനവും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. അതായത് നിങ്ങളെല്ലാം പഠിച്ചിട്ട് കിടന്നുറങ്ങിയാണ് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ 3 ചാപ്റ്ററിലെയും തിയറീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം, കുളിക്കുമ്പോൾ വേണമെങ്കിൽ സ്പീക്കറിൽ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിന് സ്ട്രെയിന്, കുറേ നേരെ പഠിച്ച് അവശരായെങ്കിൽ സാറിൻ്റെ ഈ വോയിസ് പോഡ്കാസ്റ്റ് കാണുക അല്ല കേൾക്കുക. അതായത് ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓഡിയോൻ്റെ, അത് ഓഡിയോ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ടോ കേട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നടന്ന് കേൾക്കാം, എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കുക. നിങ്ങൾ അറിയാതെ തന്നെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രാത്രി എല്ലാ പഠിത്തവും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ, അപ്പോൾ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് കിടന്ന് ഇങ്ങനെ ഉറങ്ങുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേട്ട് റിപ്പീറ്റ് ചെയ്ത് ബ്രെയിനിലോട്ട് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു പരീക്ഷണമാണ്, ഇത് വിജയിച്ചാൽ പറയണം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു, മുഴുവൻ കേട്ട് നോക്കുക. ഓക്കെ, കെമിസ്ട്രി എക്സാമിന് മുന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ നാളെ ഫിസിക്സ് ആണെങ്കിൽ ഇന്നിരുന്ന് കേൾക്കണ്ട, മറ്റന്നാൾ കേട്ടാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്. ആദ്യം തന്നെ ഐസോമറിസത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മോളിക്കുലർ ഫോർമുല എല്ലാ ഐസോമറിസത്തിലും നിങ്ങൾ സെയിം ആണെന്ന് പറയണം. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണെന്ന് പറയണം, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ചെയിൻ ഐസോമറിസത്തിൽ വരുമ്പോൾ ചെയിനിലാണ് വ്യത്യാസം വരുന്നത്. പൊസിഷൻ ഐസോമറിസത്തിൽ വരുമ്പോൾ അതിനകത്ത് ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും, ബട്ട് പൊസിഷനാണ് വ്യത്യാസം വരുന്നത്. ഫംഗ്ഷണൽ ഐസോമറിസത്തിൽ വരുമ്പോൾ ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും. മെറ്റാമറിസത്തിൽ വരുമ്പോൾ ബൈവാലന്റ് ആറ്റം ആയിരിക്കും, രണ്ട് സൈഡിലും വ്യത്യസ്ത നമ്പർ ഓഫ് കാർബൺ അടങ്ങിയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും വരിക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഐസോമെറിസം എന്നാണ്. ഐസോമേഴ്സ് എന്നുകൊണ്ട് ചോദ്യം വരാം, അല്ലെങ്കിൽ ഐസോമെറിസം എന്ന് വരാം. ഓക്കെ, ഐസോമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഐസോമേഴ്സ് പറയുക, അതിനുശേഷം ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഐസോമെറിസം അല്ലെങ്കിൽ വാട്ട് ആർ ഐസോമേഴ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ഐസോമേഴ്സ്. വാട്ട് ആർ ഐസോമേഴ്സ്. വാട്ട് ആർ ഐസോമേഴ്സ്. Compounds having same molecular formula and different chemical and physical properties are called isomers. Compounds having same molecular formula and different chemical and physical properties are called isomers. Compounds having same molecular formula and different chemical and physical properties are called isomers. കിട്ടിയല്ലോ. This phenomenon is called isomerism. This phenomenon is called isomerism. This phenomenon is called isomerism. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്, ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെന്റ്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെന്റ്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെന്റ്. കിട്ടിയല്ലോ മക്കളെ, കിട്ടിയില്ലേ? അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇനി ചെയിൻ ഐസോമറിസം പഠിക്കാം. എന്താണ് ചെയിൻ ഐസോമറിസത്തിന്റെ ഡെഫിനിഷൻ? Compounds that have the same molecular formula but differ in the structure of carbon chain are called chain isomers. അപ്പോൾ ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ ചെയിനിലുള്ള വ്യത്യാസമാണ്. ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. ഓക്കെ, compounds that have the same molecular formula but differ in the structure of carbon chain are called chain isomers. This phenomenon is known as chain isomerism. Compounds that have the same molecular formula but differ in the structure of carbon chain are called chain isomers. This phenomenon is known as chain isomerism. Compounds that have the same molecular formula but differ in the structure of carbon chain are called chain isomers. This phenomenon is known as chain isomerism. ഓക്കെ മക്കളെ, നമുക്ക് ഇനി പൊസിഷൻ ഐസോമറിസം എന്താണെന്ന് പഠിക്കാം. വെൻ ടു കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ബട്ട് ഡിഫറെന്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദേ ആർ കോൾഡ് പൊസിഷൻ ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് പൊസിഷൻ ഐസോമറിസം. മക്കളെ, പ്രധാനപ്പെട്ട 2 പോയിന്റ് ഉള്ളത്, ഒന്ന് സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. അതെല്ലാ ഐസോമറിസം അങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ പ്രത്യേകത സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പോൾ OH തന്നെ 1ാമത്തെ കാർബണിൽ വരുന്നു, അല്ലെങ്കിൽ 2ാമത്തെ കാർബണിൽ വരുന്നു. അപ്പോൾ OH മാറുന്നില്ല, അത് സെയിം ആണ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ആണ്, അതിന്റെ പൊസിഷൻ ആണ് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. When two compounds have the same molecular formula and the same functional group, same molecular formula and the same functional group, same molecular formula and the same functional group, okay, but different in the position of the functional group, different in the position of the functional group, different in the position of the functional group, they are called position isomers and the phenomenon is known as position isomerism. അപ്പോൾ ഒന്നുകൂടി പറയാം സാറ്, two compounds have the same molecular formula and the same functional group but different in the position
of the functional group, they are called position isomers, and the phenomenon is known as position isomerism. Clear ആണല്ലോ? Okay, next move to the എന്താണ് നമ്മുടെ ഫങ്ഷണൽ ഐസോമറിസം. എന്താണ് ഫങ്ഷണൽ ഐസോമറിസം? ഫങ്ഷണൽ ഐസോമറിസം വരുമ്പോൾ മക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സെയിം മോളിക്യുലർ ഫോർമുല ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും, അത് വ്യത്യാസമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ വേറെ ആയിരിക്കും, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. When compounds have the same molecular formula but different functional groups, they are known as functional isomers, and the phenomenon is known as functional isomerism. When compounds have the same molecular formula but different functional groups, they are known as functional isomers, and the phenomenon is known as functional isomerism. When compounds have the same molecular formula but different functional groups, they are known as functional isomers, and the phenomenon is known called functional isomerism. മനസ്സിലായല്ലോ? functional isomerism മനസ്സിലായല്ലോ? Next is moves to the metamerism. എന്താണ് metamerism? What is metamerism? മെറ്റാമേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ ബൈവാലന്റ് ആയിരിക്കും. ഉദാഹരണം, ഓക്സിജൻ എടുത്താൽ ഓക്സിജന്റെ അപ്പുറം ഇപ്പുറവും എന്താണ് രണ്ട് വരകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൽക്കോക്സി അല്ലേ, ആൽക്കോക്സി ഈഥെയ്ൻ എന്ന് പറയും. അപ്പൊ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ എന്താണ് കാർബണിന്റെ കോമ്പൗണ്ടുകൾ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അപ്പൊ നമുക്കതെങ്ങനെ പഠിക്കാം? Compounds having the same molecular formula but different alkyl group attached to either side of the functional group are called metamers. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് ആരെ അറ്റാച്ച് ചെയ്യും? വേറെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ഏതൊക്കെയാണ് മക്കളെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ? CH3 വന്നാൽ നമ്മൾ എന്ത് പറയും? മീഥൈൽ. CH3 CH2 വന്നാൽ എന്ത് പറയും? ഈഥൈൽ. CH3 CH2 CH2 വന്നാൽ നമ്മൾ എന്ത് പറയും? പ്രൊപ്പൈൽ. അതായത് ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറയുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അപ്പൊ ഈ ഓക്സിജന്റെയോ അല്ലെങ്കിൽ CO കീറ്റോണിന്റെയോ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഈ ഗ്രൂപ്പുകൾ വരുന്നതിനെയാണ് നമ്മൾ മെറ്റാമറിസം എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കീ വേർഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഈ പറയുന്ന ബൈവാലന്റ് ആയിട്ടുള്ള എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ വന്നിട്ട് ആര് ചേരുന്നു? നമ്മുടെ ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ ചേരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താണ്? compounds having the same molecular formula but different alkyl groups attached to the either side of the functional group are called metamers. Compounds having the same molecular formula but different alkyl group attached to either side രണ്ട് വശവും either side of the functional group are called metamers. Clear ആണല്ലോ? This phenomenon is known as എന്താണ്? Metamerism. മനസ്സിലായോ? Clear? Okay. The isomerism exhibited by the compounds with the same molecular formula but different alkyl groups on either side of the bivalent functional group. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം, ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ either side ആണെന്ന് പറയണം. ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ, മനസ്സിലായോ? ഉദാഹരണം പറയുകയാണെങ്കിൽ O വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും CO കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പും. ദിസ് ഈസ് നോൺ ആസ് മെറ്റാമറിസം. എന്താണ്? മെറ്റാമറിസം. മക്കളെ മെറ്റാമറിസം മനസ്സിലായല്ലോ? ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീന്റെ ഫോർമുല ചോദിക്കും. ബെൻസീൻ എന്ന് പറഞ്ഞ മക്കളെ C6H6. ബെൻസീൻ C6H6. ക്ലിയർ ആണോ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ബെൻസീനും ബെൻസീന്റെ ഡെറിവേറ്റീവ്സുമാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്? ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും. അതായത് ഒരു ഹെക്സഗണൽ സ്ട്രക്ചറിൽ ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിലെ ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ മാറി അവിടെ OH വന്നാൽ എന്താണ് പേര്? സബ്സ്റ്റിറ്റ്യൂട്ട് OH ഗ്രൂപ്പ് വന്നാൽ എന്താണ് പേര്? ഫീനോൾ. OH ആണ് വരുന്നതെങ്കിൽ ഫീനോൾ. ഈ ഫീനോളിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C6H5OH. C6H6 ആയിരുന്നല്ലോ ബെൻസീന്റെ. അപ്പൊ അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടെ OH വന്നാൽ C6H5OH. ഇതാണ് ഫീനോളിന്റെ മോളിക്കുലർ ഫോർമുല. മക്കളെ, ഹൈഡ്രജൻ മാറി അവിടെ COOH കാർബോക്സിലിക് ആസിഡ് വന്നാൽ എന്താണ് മോളിക്കുലർ ഫോർമുല? വ്യത്യാസം വരുന്നത് C6H5COOH. അതാണ് ബെൻസോയിക് ആസിഡ്. വെരി ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ബെൻസോയിക് ആസിഡ്. ക്ലിയർ ആണ്. അപ്പോ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആക്കി നോക്കുന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന് പഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് റൂട്ടുകളാണ്. 1 മുതൽ 10 വരെയുള്ള വേർഡ് റൂട്ടുകൾ സാറ് ഓർഡറിൽ പറയാം. മനസ്സിലായോ? ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ? തെറ്റാതെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു കാർബൺ
ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആണെങ്കിൽ ഒക്ട്, 9 കാർബൺ ആണെങ്കിൽ നണ്ണ്, 10 കാർബൺ ആണെങ്കിൽ ഡെക്ക്. ഓക്കെ, ഇനി ഓർഡറിൽ താഴേക്ക് പറയാം. മെത്ത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. മെത്ത്, ഈത്, പ്രൊപ്പ്, പെന്റ്, മെത്ത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. മെത്ത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. മെത്ത് 1 കാർബൺ, എത്ത് 2 കാർബൺ, പ്രൊപ്പ് 3 കാർബൺ, ബ്യൂട്ട് 4 കാർബൺ, പെന്റ് 5 കാർബൺ, ഹെക്സ് 6 കാർബൺ, ഹെപ്റ്റ് 7 കാർബൺ, ഒക്ട് 8 കാർബൺ, നണ്ണ് 9 കാർബൺ, ഡെക്ക് 10 കാർബൺ. ക്ലിയർ? അപ്പൊ കാർബൺ ഒക്കെ മനസ്സിലായി. ഇനി നമുക്ക് നെയിമിങ്ങിലേക്ക് വരാം. ബ്രാഞ്ച് ഇല്ലാത്തതാണെങ്കിൽ ആൽക്കെയിൻ, കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കെയിൻ ആയിരിക്കും. അപ്പൊ കാർബണിന്റെ എണ്ണം ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട റൂൾ. ലോങ്സ്റ്റ് ചെയിൻ റൂൾ. ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. അതിന് വേർഡ് റൂട്ടിന്റെ പേരിടുക. 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ്, അങ്ങനെ വേർഡ് റൂട്ടിന്റെ പേരിടുക. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് പ്രൈമറി സഫിക്സ്. അത് 3 എണ്ണമാണുള്ളത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഓക്കെ, അങ്ങനെ നമ്മൾ പേരിടണം. ഇനി ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മക്കളെ, ബ്രാഞ്ചിന് നമ്മൾ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ബ്രാഞ്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുക. ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ബ്രാഞ്ച് ഏതൊക്കെ വരാം? ആൽക്കൈൽ ഗ്രൂപ്പുകൾ ബ്രാഞ്ച് ആയിട്ട് വരാം. അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൽക്കൈൽ ഗ്രൂപ്പുകൾ? ഒന്ന് CH3 ആണ് വരുന്നതെങ്കിൽ പേര് മീതായിൽ, CH3 മീതായിൽ, CH3 മീതായിൽ, CH3 മീതായിൽ. CH3 CH2 ആണ് വരുന്നതെങ്കിൽ ഈതായിൽ, CH3 CH2 ആണ് വരുന്നതെങ്കിൽ ഈതായിൽ, CH3 CH2 ഈതായിൽ. ഇനി 3 എണ്ണം CH3 CH2 CH2 വരികയാണെങ്കിൽ പ്രൊപ്പൈൽ, CH3 CH2 CH2 വരികയാണെങ്കിൽ പ്രൊപ്പൈൽ. അപ്പൊ ഇതെങ്ങനെയാണ് പേരിടുന്നത് മക്കളെ? ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുക. ഒരു കാർബൺ ആണെങ്കിൽ മീഥേൻ ആണെന്ന് അറിയാലോ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോൾ അത് CH3 ആയി മീതായിൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ മീതായിൽ, ഈതയിൽ, പ്രൊപ്പൈൽ, മീതയിൽ, ഈതയിൽ, പ്രൊപ്പൈൽ, മീതയിൽ, ഈതയിൽ, പ്രൊപ്പൈൽ. ഇതാണ് വരുന്നതെങ്കിൽ ഇത് വേർഡ് റൂട്ടിന് മുന്നിൽ ചേർക്കണം. വേർഡ് റൂട്ടിന് മുന്നിൽ ചേർക്കുന്നതിന് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. വേർഡ് റൂട്ടിന് മുന്നിൽ ചേർക്കണം. അതിന് മുന്നേ അത് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ പൊസിഷൻ പറയണം. അപ്പോൾ മീഥേലാണ് ചേർക്കുമ്പോൾ മീഥേൽ 2ാമത്തെ കാർബൺ ആണെങ്കിൽ 2 മീഥേൽ എന്ന് പറയണം. പക്ഷെ ആ ഒരു 2നും മീഥേലിനും ഇടയ്ക്ക് ഒരു ഹൈഫൻ വേണം. 2 മീഥേൽ, 2 മീഥേൽ. മനസ്സിലായോ? മീഥേൽ 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ എന്ന് ചേർക്കണം. 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ എന്ന് ചേർക്കണം. 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര ചേർക്കണം. എവിടെ ചേർക്കണം? മീഥേലിന്റെ മുന്നിൽ ചേർക്കണം. മീഥേലായിക്കോട്ടെ, ഈഥേലായിക്കോട്ടെ, 2 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഡൈ എന്ന് ചേർക്കണം. ഡൈ മീഥേൽ. 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ, TRI, ട്രൈ. 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര. ഓക്കെ, ക്ലിയർ? ഇനി എന്താ മക്കളെ ശ്രദ്ധിക്കാനുള്ളത്? ഈ പറയുന്നതിന്റെ 2 എണ്ണം 3 എണ്ണം ഒക്കെ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ നമ്പർ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടുന്നതാണ് ശരിയെന്ന്, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുന്നതാണ് ശരിയെന്ന്. അത് നമ്മൾ തീരുമാനിക്കുന്നത് പൊസിഷൻ വെച്ചിട്ടാണ്. ഉദാഹരണമായിട്ട് മുകളിലും ആദ്യത്തെ നമ്മൾ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ പൊസിഷൻ 2 പേർക്കും 2 ആണെങ്കിൽ പിന്നെ 2ാമത്തെ പൊസിഷൻ നോക്കണം. 2ാമത്തെ പൊസിഷനിൽ ഏറ്റവും കുറവുള്ളത് നമ്മൾ ആദ്യം എടുക്കണം. ആദ്യത്തെ പൊസിഷനിൽ ഏറ്റവും കുറവ് വരുന്നത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷെ സെയിം പൊസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ സെക്കൻഡിൽ വരുന്നത് ആരാണെന്ന് നോക്കണം. ലെഫ്റ്റിൽ നിന്ന് ഇടുമ്പോഴാണോ റൈറ്റിൽ നിന്ന് ഇടുമ്പോഴാണോ? അങ്ങനെ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പേരിടാൻ. മനസ്സിലായോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് സാച്ചുറേറ്റഡ് ആണ്. എന്താണ് സാച്ചുറേറ്റഡ്? സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളാണ് സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് മീൻസ് സിംഗിൾ ബോണ്ട്. എന്താണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടുകൾ വിളിക്കുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്, അതായത് സിംഗിൾ ബോണ്ട് അല്ല. അങ്ങനെ ഒരു വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺസ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വന്നാൽ എങ്ങനെ നെയിമിംഗ് ചെയ്യണം? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും സഫിക്സ് ആയിട്ടുള്ള ENEയും YNEയും ഒക്കെ ചേർക്കുന്നതിന് മുന്നേ അതിന്റെ പൊസിഷൻ പറയണം. ഉദാഹരണമായി 3 കാർബണുള്ള പ്രൊപ്പീൻ നമ്മൾ എങ്ങനെ എഴുതും?
പ്രൊപ്പ് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് 1 ഒന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ 4 കാർബണിൽ കാർബൺ വരുന്നത് ഡബിൾ ബോണ്ട് വരുന്നത് രണ്ടാമത്തെ പൊസിഷനിലാണെങ്കിൽ നമ്മൾ ആ ഡബിൾ ബോണ്ടിന്റെ ചേർക്കുന്നതിന് മുന്നേ പൊസിഷൻ പറയണം 2-ENE. മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യയും ഒരു വേർഡും തമ്മിലിടയിൽ എന്താ വരേണ്ടത്? ഹൈഫനാണ് വരുന്നത്. ആ കാര്യം മറക്കരുത്. ഒരു സംഖ്യയും ഒരു വേർഡും തമ്മിലിടയിൽ എന്ത് വരണം? ഹൈഫനാണ് വരേണ്ടത്. ക്ലിയർ ആണോ? YNE ആണ് എന്തായിരിക്കും ബോണ്ട്? ട്രിപ്പിൾ ബോണ്ട് വന്നാൽ YNE, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ YNE, ഡബിൾ ബോണ്ട് വന്നാൽ ENE, ഡബിൾ ബോണ്ട് വന്നാൽ ENEക്ക് പിന്നെ പൊസിഷൻ ചേർക്കണം, YNEക്ക് പിന്നെ പൊസിഷൻ ചേർക്കണം. മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോവാം? ഇനി നമുക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് പോവാം. എല്ലാവരും തെറ്റിക്കുന്ന സാധനമാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ആ ടേബിൾ പഠിച്ചു വെക്കണം. ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ്? ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ സഫിക്സ് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അത് നമ്മൾ പഠിച്ചു വെക്കണം. ആദ്യത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കാം മക്കളെ. നമുക്ക് ഏതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്? ആദ്യത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ചോദിക്കാറുണ്ട്, ഗ്രൂപ്പ് ചോദിക്കും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH വന്നാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. എന്താണ് അതിന്റെ കോമൺ നെയിം? ആൽക്കഹോൾസ്. നമ്മൾ ചേർക്കേണ്ട സഫിക്സ് OL. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH, സഫിക്സ് OL. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH, സഫിക്സ് OL. അപ്പൊ പേരിടുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? പേരിടുമ്പോൾ അവസാനം നിങ്ങൾ OL എന്നാണ് ചേർക്കേണ്ടത്. ANEക്ക് ശേഷം OL ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഡ്രോപ്പ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഡ്രോപ്പ് ചെയ്യണം. എടുത്ത് കളയണം. ANE എഴുതരുത്. AN പിന്നെന്താണ്? OL ചേർക്കണം. അതായത് പ്രൈമറി സഫിക്സ് ആയുള്ള ANE ആയിക്കോട്ടെ, ENE ആയിക്കോട്ടെ, YNE ആയിക്കോട്ടെ, അതിനുശേഷം വരുന്നത് O, അതായത് ഒരു സ്വരാക്ഷരം വൗവലിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഡ്രോപ്പ് ചെയ്യണം. മറക്കരുത്. ചില കുട്ടികൾ ഡ്രോപ്പ് ചെയ്യാതെ എഴുതും. അങ്ങനെ ചെയ്യരുത്. OLന്റെ മുന്നിലാണ് പൊസിഷൻ പറയേണ്ടത്. നിങ്ങൾ പൊസിഷൻ പറയേണ്ടത് എവിടെയാണ്? OLന്റെ മുന്നിലാണ് പൊസിഷൻ പറയേണ്ടത്. OLന്റെ മുന്നിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ OH ഗ്രൂപ്പ് വന്നാൽ എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്? OH ആൽക്കഹോൾ ആണ്. ചേർക്കേണ്ട സഫിക്സ് OL. OH വന്നാൽ OL. ക്ലിയർ? ആൽക്കഹോളിന്റെ എന്താണ്? ആൽക്കഹോൾ എന്ന് പറയുന്ന OL ആണ് നമ്മൾ ചേർക്കേണ്ടത്. അടുത്തത് കാർബോക്സിൽ ഗ്രൂപ്പ്. മക്കളെ, കാർബോക്സിൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ നോക്കണം. C ഡബിൾ ബോണ്ട് O പിന്നെ ഒരു OH ഗ്രൂപ്പ്. C ഡബിൾ ബോണ്ട് O OH ഗ്രൂപ്പ്. C ഡബിൾ ബോണ്ട് O പിന്നെ ഒരു OH ഗ്രൂപ്പ്. ഓക്കെ, COOH. ഇതാണ് കൂ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതിന്റെ നമ്മൾ വിളിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. എന്താണ്? കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ഇത് വന്നാൽ ചേർക്കേണ്ട സഫിക്സ് ഓയിക് ആസിഡ്. ഓയിക് ആസിഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകത എന്താ? O ആണ് സ്റ്റാർട്ടിങ്. അപ്പോ പ്രൈമറി സഫിക്സിൽ ANEയിൽ ഡ്രോപ്പ് ചെയ്യണം, ENEയിൽ ഡ്രോപ്പ് ചെയ്യണം, YNEയിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ചേർക്കേണ്ടത് ഓയിക് ആസിഡ്. ഒരു കാർബൺ ആണെങ്കിൽ നോക്കിയേ മെഥനോയിക് ആസിഡ്, 2 കാർബൺ ആണെങ്കിൽ എഥനോയിക് ആസിഡ്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ്. അങ്ങനെ പോകും. നേരെ ആൽക്കഹോൾ ആണെങ്കിലോ മെഥനോൾ, എഥനോൾ, പ്രൊപ്പനോൾ, അങ്ങനെ പോകും. മനസ്സിലായോ? അവിടെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം. കാർബോക്സിലിക് ആസിഡ് COOH വന്നാൽ കാർബോക്സിലിക് ആസിഡ്, COOH വന്നാൽ കാർബോക്സിലിക് ആസിഡ്. OH വന്നാൽ അത് ആൽക്കഹോൾ ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആണ്. മനസ്സിലായോ? അവിടെ OL ചേർക്കണം. COOH വന്നാൽ എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. COOH വന്നാൽ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. ഓക്കെ, ക്ലിയർ? അടുത്തത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ CHO, C ഡബിൾ ബോണ്ട് H. സ്ട്രക്ചർ എടുത്ത് പഠിക്കണം മക്കളെ. സ്ട്രക്ചർ ആയിട്ട് ചോദിക്കാം. C ഡബിൾ ബോണ്ട് OH. മനസ്സിലായി? C ഡബിൾ ബോണ്ട് എങ്ങോട്ടാണ്? ഓയിലേക്കാണ്. പിന്നെ H സെപ്പറേറ്റ് ആണ്. CHO അതാണ് ആൽഡിഹൈഡ്. എന്താണ്? CHO. അപ്പൊ ആൽഡിഹൈഡ് വന്നാൽ ചേർക്കേണ്ട സഫിക്സ് എന്താണ്? AL. സഫിക്സ് എന്താണ്? AL. ആൽഡിഹൈഡ് വന്നാൽ ചേർക്കേണ്ട സഫിക്സ് AL ആണ്. എന്ത് ഡ്രോപ്പ് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. പ്രൈമറി സഫിക്സിന്റെ ലാസ്റ്റിൽ നിന്നും ഡ്രോപ്പ് ചെയ്യണം. കാരണം A ആണ് ആരംഭിക്കുന്നത്. അപ്പൊ ഡ്രോപ്പ് ചെയ്യുക. ക്ലിയർ? അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാർബൺ ഉണ്ടെങ്കിൽ CHOയിലെ കാർബണാണ് നിങ്ങൾ നമ്പർ 1 എന്ന് കൊടുക്കേണ്ടത്. പൊസിഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ OH ഗ്രൂപ്പ് ഉണ്ടായിക്കോട്ടെ, COH ഗ്രൂപ്പ് ഉണ്ടായിക്കോട്ടെ, പൊസിഷൻ ഇടുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിനാണോ ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്? ഫംഗ്ഷൻ ഗ്രൂപ്പിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണാണ് ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. COH എഴുതുമ്പോൾ ആയിക്കോട്ടെ, CHO എന്ത് എഴുതുമ്പോഴും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്കാണ് പരിഗണന, അവർക്കാണ് മുൻഗണന, അവർക്കാണ് ആദ്യം നമ്പർ കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ ആരും
ആയിക്കോട്ടെ, ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കാം. 4 കാർബൺ ഉണ്ടെങ്കിൽ CH ഉൾപ്പെടെ 4 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ്? വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ്. AL ചേർക്കണം, സഫിക്സ് AL ചേർക്കണം. അപ്പൊ AL ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്നത് കൊണ്ട് ANEയിലെ E ഡ്രോപ്പ് ചെയ്യുക. അപ്പോ ബ്യൂട്ടനാൽ. 5 വന്നാൽ പെന്റനാൽ, 6 വന്നാൽ ഹെക്സനാൽ. ഇങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് പോവുക. അടുത്തത് കീറ്റോ ഗ്രൂപ്പ് ആണ് മക്കളെ. കീറ്റോ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? C ഡബിൾ ബോണ്ട് O. 2 സൈഡിലേക്കും 2 ബോണ്ട് ഓപ്പൺ ആയി നിൽക്കുന്നു. C ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഡബിൾ ബോണ്ട്, കാർബണിന്റെ ലെഫ്റ്റും റൈറ്റും എന്താണ്? ഓരോ സിംഗിൾ ബോണ്ടുകൾ. CO. ഇതാണ് ഇതിന്റെ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കീറ്റോൺസ്. ഏത് ഗ്രൂപ്പാണ്? കീറ്റോൺസിൽ തന്നെ അവസാനം കിടക്കുന്ന 3 അക്ഷരം എടുക്കുക. 1 ONE. ഇതാണ് ഇതിന്റെ സഫിക്സ് ONE. ഈ കീറ്റോൺ നടുവിലാണ് മക്കളെ വരാ. ആ കാർബൺ ഏറ്റവും കുറവ് നമ്പർ വരുന്നതിൽ നമ്പർ ഇടണം. ഉദാഹരണമായിട്ട് 4 കാർബൺ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 3ാമത്തെ കാർബൺ ആണ് CO എന്ന് വിചാരിക്കുക. അപ്പൊ റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ സെക്കൻഡ് പൊസിഷനാണ് ലഭിക്കുക. അത് ശ്രദ്ധിക്കണം. മനസ്സിലായി? അതുപോലെ 1 ONE സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രൈമറി സഫിക്സിൽ ANEയിലെ E ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ മക്കളെ കീറ്റോൺ എന്താണ്? CO. എന്താണ് അതിന്റെ സഫിക്സ്? ONE. 1. അപ്പൊ ഇതുവരെ പഠിച്ചുള്ളത് OH ആണെങ്കിൽ OL ചേർക്കണം, COH ആണെങ്കിൽ OIC ആസിഡ് ചേർക്കണം, CHO ആൽഡിഹൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചേർക്കണം? AL ചേർക്കണം. ഇപ്പൊ പഠിച്ചത് കീറ്റോൺ CO ആണെങ്കിൽ എന്ത് ചേർക്കണം? 1 ചേർക്കണം, ONE ചേർക്കണം. ക്ലിയർ ആണോ? അടുത്തത് ഹാലോ ഗ്രൂപ്പ്. വെരി ഈസിയാണ് ഹാലോ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പിലുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്റ്റാറ്റിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. ഫ്ലൂറിൻ, F, ക്ലോറിൻ Cl, ബ്രോമിൻ Br, ഐഡിൻ I. ഫ്ലൂറിൻ F, ക്ലോറിൻ Cl, ബ്രോമിൻ Br, ഐഡിൻ I. ഫ്ലൂറിൻ F, ക്ലോറിൻ Cl, ബ്രോമിൻ Br, ഐഡിൻ I. ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ വന്നാൽ നിങ്ങൾ ചേർക്കേണ്ട സഫിക്സ് എന്താണ്? സഫിക്സ് അല്ല അവിടെ ചേർക്കേണ്ടത്, പ്രിഫിക്സ് ആണ്. അതായത് വേർഡ് റൂട്ടിന് മുന്നിലാണ്. ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. വേർഡ് റൂട്ടിന് മുന്നിലാണ് ചേർക്കേണ്ടത്. ഫ്ലൂറിൻ വന്ന ഫ്ലൂറോ, ക്ലോറിൻ വന്ന ക്ലോറോ, ബ്രോമിൻ വന്ന ബ്രോമോ, ഐഡിൻ വന്ന ഐഡോ. ഹാലോ ഗ്രൂപ്പ്. അതായത് നിങ്ങൾ അതിന്റെ ഒപ്പം ഹാലോ എന്നുള്ള രീതിയിൽ വരുന്ന ചേർക്കണം. ക്ലോറിൻ വന്ന ക്ലോറോ, ബ്രോമിൻ വന്ന ബ്രോമോ, ഐഡിൻ വന്ന ഐഡോ, ഫ്ലൂറിൻ വന്ന ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ. അങ്ങനെ മനസ്സിലായോ? ഇതേപോലെ തന്നെ 2 വന്നു കഴിഞ്ഞാൽ ഡൈക്ലോറോ, 3 വന്ന ട്രൈക്ലോറോ, 4 വന്ന ടെട്രാക്ലോറോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 വന്ന് നമ്മൾ ചേർക്കുമ്പോൾ 2ന്റെയും പൊസിഷൻ പറയണം. ഇപ്പോ 3ലും 4ലും ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ 3,4 എന്ന് പറയണം. 3ൽ തന്നെ 2 ക്ലോറിൻ വന്നാൽ 3,3 എന്ന് പറയണം. അല്ലാതെ 3 മാത്രം പറയരുത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IUPAC നെയിമിംഗ് കിട്ടി അല്ലേ? ഇനി അടുത്ത ഗ്രൂപ്പ് എന്താണ് മക്കളെ? ആൽക്കോക്സി ഗ്രൂപ്പ്. ഈതറുകൾ. OR. അതായത് ആർന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഈ ഓക്സിജന്റെ 2 സൈഡിലുമായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരും. മനസ്സിലായോ? ഓക്സിജന്റെ 2 സൈഡിലുമായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരും. ഇവിടെ നമ്മൾ സഫിക്സും പ്രിഫിക്സും ഒന്നും നോക്കിയിട്ടല്ല നെയിം ഇടുന്നത്. ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക രീതിയിലാണ് നെയിമിംഗ് ഇടുന്നത്. നെയിമിംഗ് വരുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ. ഓക്സി ചേർക്കേണ്ടത് ഈ ഓക്സിജന്റെ അപ്പുറവും ഏറ്റവും കുറവ് നമ്പർ ആണോ കാർബൺ ഏതാണോ അതിന്റെ ഒപ്പം ഓക്സി ചേർക്കുക. കൂടുതൽ നമ്പർ വരുന്നതിന്റെ ഒപ്പം ANE ചേർക്കുക. ഉദാഹരണം, ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബണും റൈറ്റ് സൈഡിൽ 3 കാർബണും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള 2 കാർബണിന്റെ വേർഡ് റൂട്ട് എന്താണ്? എത്ത്. റൈറ്റ് സൈഡിലുള്ള 3 കാർബണിന്റെ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്. ചെറുതേതാണ്? എത്ത്. അതിന്റെ ഒപ്പം എന്ത് ചേർക്കണം? ഓക്സി. വലുതേതാണ്? പ്രൊപ്പ്. അതിന്റെ ഒപ്പം എന്ത് ചേർക്കണം? ANE. അപ്പൊ എന്തായി പേര്? ഈതോക്സി പ്രൊപ്പെയിൻ. അപ്പൊ മക്കളെ ആൽക്കോക്സി ആൽക്കെയിൻ, ഓക്സി ANE. ഈ 2 വാക്കുകൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കോക്സി ഗ്രൂപ്പിന്റെ എന്ത് പഠിക്കാൻ പറ്റും? നെയിമിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് പറയാം. OH ഹൈഡ്രോക്സി ഗ്രൂപ്പ്, കോമൺ നെയിം ആൽക്കഹോൾ. COH കാർബോക്സിൽ ഗ്രൂപ്പ്, കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ്. CHO ആൽഡിഹൈഡിക്, കോമൺ നെയിം ആൽഡിഹൈഡ്സ്. ഓക്കെ, അടുത്തത് കീറ്റോൺസ്. ആൽക്കോക്സി ആൽക്കോക്സി ആണെങ്കിൽ ഈതർ. അതുപോലെ തന്നെ ഹാലോ ഗ്രൂപ്പ് വരും. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഐഡോ. ഹാലോ കോമ്പൗണ്ട്സ്. കോമൺ നെയിം പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ എല്ലാ നെയിമിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ
ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട എല്ലാ തിയറീസും കംപ്ലീറ്റ് ആയി. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ദ സ്റ്റഡി ഓഫ് എന്താണ് കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. കാർബണിന്റെയും അതിന്റെ മറ്റു കോമ്പൗണ്ടുകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ദ ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ് ഡെറിവേറ്റീവ് കോമ്പൗണ്ട്സ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് കോമ്പൗണ്ട്സ്. ഇനി മറ്റൊരു ചോദ്യം വരുന്നത് മക്കളെ, വാട്ട് ഈസ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബൺ എന്നാൽ എന്ത്? ഹൈഡ്രജനും കാർബണും അടങ്ങിയ കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബണുകൾ. വാട്ട് ഈസ് ഹൈഡ്രോ കാർബൺ? The compounds contain only hydrogen and carbon. Only hydrogen and carbon. Only hydrogen and carbon. ഹൈഡ്രജൻ കാർബൺ മാത്രം അടങ്ങിയിട്ടുള്ളതാണ് ഇത് ഹൈഡ്രോ കാർബൺ. ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ്. ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ തിയറി ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. സ്കൂളിൽ പോകുമ്പോൾ കേട്ടുകൊണ്ട് പോവുക. ഉറങ്ങുന്നതിന് മുന്നേ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഓൺ ചെയ്തിട്ട് സ്പീക്കറിൽ എന്നിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറെ തവണ കേട്ട് പഠിക്കുക മക്കളെ. നമ്മൾ കണ്ടുപഠിച്ചു, വായിച്ചു പഠിച്ചു, എല്ലാ തവണയുള്ള പഠനങ്ങൾ കഴിഞ്ഞു. ഇനി കേട്ട് പഠിക്കുക. നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ട് പഠിക്കാം. മനസ്സിലായോ? വേണമെങ്കിൽ ഇത് കേട്ട് ഉറങ്ങിക്കോ, എന്നാലും കുഴപ്പമില്ല. ബ്രെയിൻ്റെ ഉള്ളിൽ കയറിപ്പോട്ടെ തിയറീസ് മൊത്തം. അപ്പൊ നാളെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈസി ആയിട്ട് ഓർമ്മയുണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ മക്കളെ, സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻസ് ഏതൊക്കെയാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് റിയാക്ഷൻസ്? സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ. പിന്നെന്താ നമുക്ക് പഠിക്കാനുള്ളത്? കമ്പഷൻ. പിന്നെന്താ പഠിക്കാനുള്ളത്? തെർമൽ ക്രാക്കിംഗ്. പിന്നെന്താ പഠിക്കാനുള്ളത്? പോളിമറൈസേഷൻ. പിന്നെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എല്ലാ റിയാക്ഷൻസും എന്താണെന്ന് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. എന്താണ് മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ സംഭവിക്കുന്നത്? ആൽക്കൈനുകളിൽ മാത്രം സംഭവിക്കുന്നത്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ മാത്രം സംഭവിക്കുന്നത്. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അതിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ആൽക്കൈനുകളിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എന്താണ് റിയാക്ഷന്റെ പേര്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരാൾ മാറി പകരം എന്താണ് വേറൊരാൾ വരുന്നു. ഹൈഡ്രജനെ മാറിയിട്ട് അവിടെ ക്ലോറിൻ വരുന്നു. ക്ലോറിനുമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ടെണ്ണം, അതായത് CH4ഉം C2H6ഉം മീഥേനും ഈഥേനും തമ്മിൽ പ്രവർത്തിക്കുന്നത്. മീഥേനും ക്ലോറിനും ഈ രണ്ട് റിയാക്ഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിയാക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ സാറിന്റെ വീഡിയോ കാണുക. നമുക്ക് വോയിസിലേക്ക് പോവാം. എന്താണ് കമ്പഷൻ എന്ന് ചോദിച്ചാൽ substitution reactions ചോദിച്ചാൽ എന്ത് പറയും? Substitution reactions are chemical reactions in which an atom or group of atoms is replaced with another atom or group of atoms in a compound. ഇവിടെ ശ്രദ്ധിക്കേണ്ട കീ പോയിന്റ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആറ്റം ഈസ് റീപ്ലേസ്ഡ്. ഒരു ആറ്റത്തിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ മാറ്റി റീപ്ലേസ്ഡ് വിത്ത് അനദർ ആറ്റം. ഒരാളെ മാറ്റി റീപ്ലേസ്ഡ്. കീവേഡ് പഠിക്കുക, റീപ്ലേസ്ഡ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ്. ഇത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇൻ വിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻ വിച്ച് an atom or group of atom is replaced with another atom or group of atoms. അപ്പൊ ഒന്ന് ഒരിക്കലും കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആർ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് an atom or group of atom is replaced with another atom or group of atom is in a compound. ഒരു കോമ്പൗണ്ടിൽ കണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് an atom or group of atom is replaced with another atom or group of atoms. Substitution reactions are chemical reactions in which an atom or group of atom is replaced with another atom or group of atoms in a compound. വെരി ഇമ്പോർട്ടന്റ് ആണ്. തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. ഉദാഹരണമായി CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നു. അവിടെ ഒരു ക്ലോറിൻ വരുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. മറക്കരുത്, സൺലൈറ്റ് എന്തായാലും എഴുതണം. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഹൈഡ്രജനും കൂടെയുള്ള ഒരു ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാവും. ബൈ പ്രൊഡക്റ്റ് എന്താണ് മക്കളെ? HCl എന്തായാലും ഉണ്ടാവും. എല്ലാ പ്രൊഡക്റ്റിലും HCl ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജനെ മാറണമെങ്കിൽ അവിടെ ഒരു ക്ലോറിൻ വന്ന് ചേരും. മനസ്സിലായോ? അപ്പൊ ക്ലോറോമീഥേൻ. ഇതുപോലെ അടുത്ത സ്റ്റെപ്പിൽ ഈ ക്ലോറോമീഥിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി ക്ലോറിൻ വരും. അപ്പൊ ഡൈക്ലോറോമീഥേൻ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രജൻ കൂടി പോകുമ്പോൾ 3 ക്ലോറിൻ ആവും. ട്രൈക്ലോറോമീഥേൻ. അടുത്ത സ്റ്റെപ്പിൽ എല്ലാ ഹൈഡ്രജനും പോയി 4ാമത്തെ ഹൈഡ്രജൻ പോകുമ്പോൾ ടെട്രാക്ലോറോമീഥേൻ. 4 ഹൈഡ്രജൻ വന്നു. ടെട്രാക്ലോറോമീഥേൻ. കാർബൺ ടെട്രാക്ലോറൈഡ്. ഓസോൺ പാളി നശിപ്പിക്കുന്ന കാർബൺ ടെട്രാക്ലോറോമീഥേൻ. മനസ്സിലായി? ഇത് പല സ്റ്റെപ്പുകൾ ചോദിക്കും. ഏത് സ്റ്റെപ്പാണോ ചോദിക്കുന്നത് ആ സ്റ്റെപ്പ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അടുത്ത റിയാക്ഷനിലേക്ക് പോവാൻ. നമുക്ക് അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ആൽക്കൈനിൽ സംഭവിക്കില്ല.
സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ സംഭവിക്കില്ല. പഠിച്ചു വെക്കുക. അഡീഷൻ റിയാക്ഷൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? കാർബൺ കാർബൺ ബോണ്ടുകൾ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മക്കൾ അഡീഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത്? ഈ അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറുന്നു. ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നു. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണുകൾ എന്തായിട്ട് മാറുന്നു? സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്നു. അതാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡീഷൻ റിയാക്ഷൻ എന്താണ്? Additional reactions are reactions in which unsaturated organic compounds with double or triple bonds combine with certain molecules to form saturated compounds. മക്കളെ പോയിന്റ് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ എന്താക്കി മാറ്റുന്നു? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആക്കി മാറ്റുന്നു. ഡബിൾ ബോണ്ട് ഉള്ളവ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ട്രിപ്പിൾ ബോണ്ട് ഉള്ളവ ആദ്യം ഡബിൾ ബോണ്ട് ആവുന്നു, പിന്നെ സിംഗിൾ ബോണ്ട് ആവുന്നു. ട്രിപ്പിൾ ബോണ്ട് ഉള്ളവ 2 സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നു. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു. മക്കൾ ഇത് വളരെ ഈസിയാണ്. ഉദാഹരണം ഈഥീൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ആ വരുന്ന ആള് കംപ്ലീറ്റ് അവിടെ ചേർത്താൽ മതി. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ളത് ആ 2 ഹൈഡ്രജൻ അങ്ങോട്ട് വരുമ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 ആവും. അതായത് ആൽക്കീൻ, അതായത് ഈഥീൻ എന്തായിട്ട് മാറും? ഈഥെയ്ൻ ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. അപ്പൊ എന്താണ് ഡെഫിനിഷൻ പഠിക്കാനാണ്. ഡെഫിനിഷൻ എന്താണ്? അഡീഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഡബിൾ ബോണ്ട് ഒരു ട്രിപ്പിൾ ബോണ്ട് കമ്പൈൻ വിത്ത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന certain molecules to form saturated compounds. These reactions in which triple bond organic compounds partially combine with the small molecules to form double bonded compounds are also addition reactions. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളും ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളായിട്ട് ആദ്യം മാറും, എന്നിട്ടേ സിംഗിൾ ബോണ്ടായിട്ട് മാറുള്ളൂ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ളത് ഡബിൾ ബോണ്ടായി മാറുന്നതും അഡീഷണൽ റിയാക്ഷൻ ആണ്. ട്രിപ്പിൾ ബോണ്ട് ടു ഡബിൾ ബോണ്ട് അതും അഡീഷണൽ റിയാക്ഷൻ ആണ്. അത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പൊ എന്താണ് അഡീഷണൽ റിയാക്ഷൻ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ. അഡീഷണൽ റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് unsaturated organic compounds, keyword എന്താണ്? unsaturated organic compounds with a double bond or triple bonds combine with certain molecules to form saturated compounds. unsaturated saturated മാറുന്നു, unsaturated saturated മാറുന്നു, unsaturated saturated ആയി മാറുന്നു. ഓക്കെ, ക്ലിയർ ആണോ? Additional reactions are reactions in which unsaturated organic compounds with a double or triple bond combine with certain molecules to form saturated compounds ആയിട്ട് മാറുന്നു. ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് എന്താണ് മക്കളെ? പോളിമറൈസേഷൻ എന്താണ്? ചെറിയ മോണോമറുകൾ ചേർന്നിട്ട് വലിയ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. പോളിമർ മോണോമറുകൾ ചെറിയ കുഞ്ഞു ഒരേപോലത്തെ മോണോമറുകൾ ചേർന്ന വലിയ എന്താണ് കോമ്പൗണ്ട്? പോളിമർ. ഒരേപോലെയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയും? അഡീഷൻ ആണ്. ഒരേപോലെ അല്ല, വേറെ 2 മോണോമറുകളാണെങ്കിൽ എന്താണ്? കണ്ടൻസേഷൻ ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ കുഞ്ഞു കോമ്പൗണ്ടുകൾ ചേർന്ന വലിയ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു. പോളിമറൈസേഷൻ ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് എ നമ്പർ ഓഫ് സ്മോൾ മോളിക്യൂൾസ് യൂണിറ്റ്സ് combine to form large complex molecules. Small molecules units called as units combine to form large molecules. Small molecules units combine to form large complex molecules. Small to complex, small to complex, small to complex, small molecules to complex molecules, small molecules to complex molecules. മനസ്സിലാവുന്നുണ്ടോ? പോളിമറൈസേഷൻ എന്താണ്? പോളിമറൈസേഷൻ is the reaction in which a number of small molecules units combine to form large complex molecules. Polymerization is the reaction in which a number of small molecules units combine to form large complex molecules. Polymer എന്താണ് മക്കളെ? The complex molecules formed by the polymerization is known as polymer. What is polymer? The complex molecule formed by polymerization. What is polymer? The complex molecule formed by polymerization. What is monomer? സിമ്പിൾ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷനിൽ സംഭവിക്കുന്ന ആ സിമ്പിൾ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. ദ സിമ്പിൾ മോളിക്യൂൾസ് അണ്ടർഗോ പോളിമറൈസേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ? അഡീഷൻ, കണ്ടൻസേഷൻ. 2 കണ്ടൻസേഷൻ. എന്താണ് അഡീഷൻ? പോളിമേഴ്സ് ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമേഴ്സ്. ഒരേ മോണോമർ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാവുന്നതാണ് അഡീഷൻ പോളിമർ. എന്താണ് അഡീഷൻ പോളിമേഴ്സ് ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമേഴ്സ്. എക്സാമ്പിൾ പോളിത്തീൻ, ടെഫ്ലോൺ, PVC എല്ലാം അതിനെന്താണ്? എക്സാമ്പിൾ ആണ്. എന്താണ് അഡീഷൻ പോളിമർ? എന്താണ്? പോളിമേഴ്സ് ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ്
റിപ്പീറ്റഡ് അഡീഷൻ. മക്കളെ ഇവിടുത്തെ കീവേഡ് എന്താണ്? റിപ്പീറ്റഡ് അഡീഷൻ. റിപ്പീറ്റഡ് അഡീഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കോമ്പൗണ്ടുകൾ പഠിക്കണം. പൊളിത്തീൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡീഷൻ പോളിമറൈസേഷൻ ഓഫ് ഈഥീൻ. പൊളിത്തീന്റെ മോണോമർ പഠിക്കണം. പൊളിത്തീന്റെ മോണോമർ ഈഥീൻ. യൂസസ് പഠിക്കണം. എന്താണ് പൊളിത്തിന്റെ യൂസസ്? നമ്മൾ പൊളിത്തീൻ ഷീറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഷീറ്റ്, ക്യാരി ബാഗ്, ടർപ്ലിൻ ഷീറ്റ്, ക്യാരി ബാഗ്. ടർപ്ലിൻ ഷീറ്റ് ഉണ്ടാക്കണം, ക്യാരി ബാഗ് ഉണ്ടാക്കണം, ടർപ്ലിൻ ഷീറ്റ് ഉണ്ടാക്കണം, ക്യാരി ബാഗ് ഉണ്ടാക്കണം. നമ്മുടെ സഞ്ചി, ക്യാരി ബാഗ്, കിറ്റ്, ഇതൊക്കെ എന്താണ്? പൊളിത്തീന്റെ മോണോമർ ഈഥീൻ. മക്കളെ അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആണ് PVC, പോളിവീനൈൽ ക്ലോറൈഡ്. ഓക്കെ, പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ എന്താണ്? വീനൈൽ ക്ലോറൈഡ്. പോളിവീനൈൽ ക്ലോറൈഡ്. മക്കളെ പോളിവിനൈൽ ക്ലോറൈഡിന്റെ യൂസസ് എന്താണ്? മാനുഫാക്ചർ ഓഫ് പൈപ്പ് ഉണ്ടാക്കാൻ, പ്ലാസ്റ്റിക് ഫർണിച്ചർ ഉണ്ടാക്കാൻ, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് കോട്ട് ചെയ്യാൻ. അപ്പൊ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. പൈപ്പ് ഉണ്ടാക്കാൻ, ഫർണിച്ചർ ഉണ്ടാക്കാൻ, എന്താണ്? കോട്ടിംഗ് ഓഫ് കണ്ടക്ടേഴ്സ്, ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് കോട്ട് ചെയ്യാൻ, പൈപ്പ്, ഫർണിച്ചർ, ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് കോട്ട് ചെയ്യാൻ, പൈപ്പ്, ഫർണിച്ചർ, ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് കോട്ട് ചെയ്യാൻ, പൈപ്പ്, ഫർണിച്ചർ, ഇലക്ട്രിക് കണ്ടക്ടർ കോട്ട് ചെയ്യാൻ. എന്താണ്? PVC. പോളിവിനൈൽ ക്ലോറൈഡ്, മോണോമർ വീനൈൽ ക്ലോറൈഡ്. എന്താണ് അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? CH3CH2Cl. മക്കളെ പോളിമറൈസേഷൻ എഴുതാൻ എളുപ്പമാണ്. ആ സെയിം കോമ്പൗണ്ട് തന്നെ നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്തേക്ക് ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതുക. ഉദാഹരണം CH2CH2 ഈഥീൻ. പൊളിത്തീൻ ആവണമെന്ന് എങ്ങനെയാണ്? CH2CH2 തന്നെ എഴുതണം, ഡബിൾ ബോണ്ട് എഴുതേണ്ട, അത് സിംഗിൾ ബോണ്ട് ആക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ആ ബ്രാക്കറ്റ് ഇട്ട് ലാസ്റ്റ് ഒരു N കൊടുക്കുക, സ്മോൾ ലെറ്റർ N. അതുപോലെ പോളിവിനൈൽ ക്ലോറൈഡിന്റെ എഴുതാൻ പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് തരും? CH2 ഡബിൾ ബോണ്ട് CHCl തരും. ആ ഡബിൾ ബോണ്ട് ഒഴിവാക്കിയത് അങ്ങനെ ഇപ്പുറത്ത് എഴുതാം. CH2 എന്താണ്? CHCl എന്ന് എഴുതുക. ഡബിൾ ബോണ്ട് മാത്രം മാറ്റിയത് സിംഗിൾ ബോണ്ട് ആക്കിയാൽ മതി, കാരണം ഡബിൾ ബോണ്ട് ഉള്ളത് സിംഗിൾ ബോണ്ട് ആവുന്നു അല്ലെ? അങ്ങനെ പോളിമറൈസേഷൻ എന്ത് പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഇതേപോലത്തുള്ള ഈ മോണോമറുകൾ കുറെ എണ്ണം ഇങ്ങനെ ചേർന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് താഴെ N എന്ന് എഴുതണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ ഉള്ളിൽ അടിച്ചിരിക്കുന്ന സാധനം. അത് എപ്പോഴും ചോദിക്കും, മനസ്സിലാക്കി വെക്കുക. നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ ഉള്ളിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ടെഫ്ലോൺ. പോളി ടെട്രാഫ്ലൂറോ ഈഥേൻ. മക്കളെ ടെഫ്ലോന്റെ മോണോമർ ആരാണ്? ടെട്രാഫ്ലൂറോ ഈഥേൻ. പോളിമർ ടെഫ്ലോൺ. യൂസസ് നോക്കിയേ. കോട്ടിംഗ് ഓഫ് ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയറിന്റെ ഇന്നർ സർഫസിൽ, നോൺ സ്റ്റിക്കിന്റെ ഇന്നർ സർഫസിൽ നമുക്ക് എന്ത് ചെയ്യണം? കോട്ട് ചെയ്യണം. നോൺ സ്റ്റിക്കിന്റെ ഇന്നർ സർഫസ് നമുക്ക് കോട്ട് ചെയ്യണം. മക്കളെ ഈ ടേബിളിൽ നമ്മൾ പഠിക്കാത്ത 2 പേരുണ്ട്, അവരെ നമ്മൾ കുരുക്കിക്കളയും. കാരണം അവരുടെ സ്ട്രക്ചർ പഠിക്കുന്നില്ല, ടേബിളിൽ മാത്രം പഠിക്കുന്നുള്ളൂ. അവരെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അത് നമുക്ക് സിംഗിൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. ISOPRENE. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. എന്തിനുപയോഗിക്കുന്ന റബ്ബർ? ടയർ ഉണ്ടാക്കാൻ. മാനുഫാക്ചർ ഓഫ് ടയേഴ്സ്. നാച്ചുറൽ റബ്ബറിന്റെ പോളിമർ എന്താണ്? മോണോമർ, ഐസോപ്രീൻ. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. എന്തിന്റെ മോണോമറാണ്? നാച്ചുറൽ റബ്ബർ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു പേരാണ് ഓറിയോൺ. ബിസ്ക്കറ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓറിയോൺ ബിസ്ക്കറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓറിയോൺ ബിസ്ക്കറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓറിയോൺ ബിസ്ക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓറിയോൺ ബിസ്ക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓറിയോ ബിസ്ക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓറിയോൺ. അതാണ് പോളിമർ. അതിന്റെ മോണോമർ പഠിക്കേ. വീനൈൽ സയനൈഡ്. മോണോമർ എന്താണ്? വീനൈൽ സയനൈഡ്. മറ്റൊരു പേര് ആക്രിലോനൈട്രൈൽ. എന്താണ് അതിന്റെ യൂസസ്? മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. മാനുഫാക്ചറിംഗ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. മാനുഫാക്ചറിംഗ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. കുറെ ആക്രി സാധനങ്ങൾ എന്താണ്? ഒരു ഫൈബർ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നു മക്കളെ. ആക്രി
ആക്രിലോ നൈട്രൈൽ. നന്നായി വായിച്ചു നോക്കട്ടെ. സ്പെല്ലിംഗ് ഇതാണ് ACRYLONITRILE. ആക്രിലോ നൈട്രൈൽ. ഓറിയോൺ. പോളിമറിന്റെ പേര് എന്താണ്? ഓറിയോൺ. അടുത്തത് കണ്ടൻസേഷൻ പോളിമർ. ഇത്ര നേരം നമ്മൾ പഠിച്ചത് അഡീഷൻ പോളിമർ ആണ്. അഡീഷൻ പോളിമർ പ്രത്യേകത അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. കണ്ടൻസേഷൻ പോളിമർ മക്കൾ ഉറപ്പായിട്ടും ചോദിക്കും. മോണോമർ പഠിച്ചിരിക്കുന്ന എല്ലാത്തിന്റെ മോണോമർ പഠിച്ചിരിക്കുന്ന മോണോമർ നമുക്ക് സിംഗിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്കിന് മോണോമർ ചോദിച്ചിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണോമർ എന്ന് പറയുന്നത് നൈലോൺ 66ന്റെ മോണോമർ ആണ്. 2 പേരുണ്ടാവും. ഈ പറയുന്ന 2 മോണോമർ ഉണ്ടെങ്കിൽ അത് കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ പോളിമർ ആണ്. എന്താണ് കണ്ടൻസേഷൻ പോളിമർ ചോദിക്കാം. വാട്ട് ഈസ് കണ്ടൻസേഷൻ പോളിമർ മീൻസ്? Condensation polymerization is the process in which different monomers combine together to form large compounds accompanied by the removal of simple molecules. മക്കളെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 2 വ്യത്യസ്ത മോണോമറുകൾ അവർ തമ്മിൽ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ പുറത്തേക്ക് ഒരു കോമ്പൗണ്ട് പോവും, ഒരു ചെറിയ മോളിക്യൂൾ പോവും, പുറത്തേക്ക് ഒരു ചെറിയ മോളിക്യൂൾ പോവും. 2 ഡിഫറെന്റ് മോണോമേഴ്സ് കൂടിച്ചേരുമ്പോൾ പുറത്തേക്ക് ഒരു ചെറിയ മോളിക്യൂൾ പോവും. യൂഷ്വലി അത് വാട്ടർ ആയിരിക്കും, യൂഷ്വലി അത് വെള്ളമായിരിക്കും. അപ്പൊ എന്താണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് അത് വിട്ട് പ്രോസസ് അത്ര നമുക്ക് എഴുതാൻ പറ്റും. ഇൻ വിച്ച് ഡിഫറെന്റ് മോണോമേഴ്സ്, അതാണ് പോയിന്റ് എന്താണ്? കീവേഡ് എന്താണ്? ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ കൂടിച്ചേർന്ന് ടുഗദർ ടു ഫോം ലാർജർ കോമ്പൗണ്ട്സ്. അപ്പൊ മോണോമേഴ്സ് ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. അത് ഇവിടെയും അങ്ങനെ തന്നെ. ഡിഫറെന്റ് മോണോമേഴ്സ്, അതാണ് പോയിന്റ്. ഡിഫറെന്റ് മോണോമേഴ്സ് ഉറപ്പിക്കുക പോയിന്റ്. ഡിഫറെന്റ് മോണോമേഴ്സ് അക്കമ്പൈൻഡ് ബൈ, കൂടെ ഉണ്ടാവുന്നത് ആരാണ്? ദ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് റിമൂവ് ചെയ്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഒന്നുകൂടി ഒരുമിച്ച് പറയാം. Condensation polymerization is the process in which different monomers combine together to form large compounds accompanied by the removal of simple molecules. Condensation polymerization is the process in which different monomers combine together to form large compound accompanied by the removal of simple molecules. Condensation polymerization is the process in which different monomers combine together to form larger compounds accompanied by the removal of simple molecules. ക്ലിയർ ആണല്ലോ? നൈലോൺ 66 വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ മോണോമർ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മോഡൽ എക്സാം ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചോദിക്കാം, പക്ഷെ ആ ടേബിളിലുള്ള ആര് വേണമെങ്കിലും ചോദിക്കാം. ഏറ്റവും കൂടുതൽ സാധ്യത ബേക്കലാണ്. ബേക്കലൈറ്റിന്റെ മോണോമർ പഠിച്ചു വെച്ചേക്കണം. ബേക്കലൈറ്റിന്റെ മോണോമർ നമുക്ക് ആദ്യം പഠിക്കാം. ബേക്കലൈറ്റിന്റെ മോണോമർ ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ബേക്കലൈറ്റിന്റെ മോണോമർ ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. നൈലോൺ 66ന്റെ മോണോമർ അഡിപ്പിക് ആസിഡ് ഹെക്സാമീഥൈൽ ഡയമൈൻ. നൈലോൺ 66 മോണോമർ എന്തൊക്കെയാണ്? അഡിപ്പിക് ആസിഡ്, ഹെക്സാമീഥൈൽ ഡയമൈൻ. ഓക്കെ, എന്താണ് നൈലോൺ 66ന്റെ യൂസസ്? മാനുഫാക്ചറിംഗ് ഓഫ് ഫാബ്രിക്സ്, കോംസ്, ബ്രിസ്റ്റൽസ് ഓഫ് ബ്രഷ്. മക്കളെ, ഫാബ്രിക്സ് ഉണ്ടാക്കുന്നു, കോംബ്, ചീപ്പ് ഉണ്ടാക്കുന്നു, ബ്രഷ് ഉണ്ടാക്കുന്നു. ബ്രഷ്, കോംബ്, ഫാബ്രിക്സ്, കോംബ്, ബ്രഷ്. നൈലോൺ 66 ഫാബ്രിക്സ്, കോംബ്, ബ്രഷ്. നൈലോൺ 66 ഫാബ്രിക്സ്, കോംബ്, ബ്രഷ്. മക്കളെ, ബേക്കലൈറ്റിന്റെ പോളിമറിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. ബേക്കലൈറ്റ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതിനകത്ത് തന്നെയുണ്ട് മോണോമർ ഫീനോള് ഫോർമാൽഡിഹൈഡ്. യൂസസ് പറ. മാനുഫാക്ചറിംഗ് ഓഫ് സ്വിച്ചസ്, പ്ലഗ്സ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ എക്സെട്ര. മക്കളെ, ഒന്നുമില്ല. സ്വിച്ച്, പ്ലഗ്, പ്രഷർ കുക്കറിന്റെ ഹാൻഡിൽ. ബേക്കലൈറ്റ് സ്വിച്ച്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ. എന്താണ്? പ്ലഗ്. സ്വിച്ച്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ. ബേക്കലൈറ്റ് സ്വിച്ച്, പ്ലഗ്, ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ. മോണോമർ എന്താണ്? ഫീനോൾ ഫോർമാൽഡിഹൈഡ്. പോളിമറിന്റെ പേര് എന്താണ്? ഫീനോൾ ഫോർമാൽഡിഹൈഡ്. എഴുതിയിട്ട് എന്ത് പറയണം? റെസിൻ. റെസ്റ്റ് ഇൻ പീസ്. ഓക്കെ, റെസിൻ. അടുത്തത് മക്കളെ, ഇവനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇവൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ടേബിളിൽ മാത്രമേ അവനുള്ളൂ. അപ്പൊ അവനെ പിടിച്ചോ, വിടരുത് അവന്. എന്താണ് അവന്റെ പേര്? പോളിത്തിലീൻ ടെട്രാഫഥലേറ്റ്. പോളിസ്റ്റർ. എന്താണ്?
പോളിത്തിലീൻ ടെട്രാഫ്തലേറ്റ്, പോളിസ്റ്ററിന്റെ മോണോമർ എന്താണ്? എഥിലീൻ ഗ്ലൈക്കോൾ. എന്താ പിന്നെന്താണ്? തെർഫ്താലിക് ആസിഡ്, എഥിലീൻ ഗ്ലൈക്കോൾ. അതിന്റെ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടാ. തെർഫ്താലിക് ആസിഡ്, TERPHTHALIC. തെർഫ്താലിക് ആസിഡ് മക്കളെ അതിന്റെ യൂസസ് നോക്കിയേ. മാനുഫാക്ചറിങ് ഓഫ് ട്രപ്ലിൻ ബോട്ടിൽസ്, ഫാബ്രിക്സ്. നിങ്ങൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഫാബ്രിക്സ്, ട്രപ്ലിൻ ഫാബ്രിക്സ് ബോട്ടില്, ട്രപ്ലിൻ ബോട്ടിൽ ഫാബ്രിക്സ്. പോളിമർ, പോളിസ്ട്രൈൻ. എന്താണ് മോണോമർ? എഥിലീൻ ഗ്ലൈക്കോൾ. എന്താണ്? ത്രെപ്താലിക് ആസിഡ്. പോളിത്തിലീൻ ടെട്രാലേറ്റ്. എന്റെ പൊന്നു വായിലൊതുങ്ങണില്ല. പൊളിത്തിലീൻ എന്താണ്? ത്രെപ്താലേറ്റ്. നോക്കി വായിച്ച് പഠിക്കണം കേട്ടോ. നോക്കി വായിക്കണം. പ്രത്യേകിച്ച് വായിലൊതുങ്ങൂല. സ്പെല്ലിംഗ് ഒക്കെ നോക്കി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിമറൈസേഷൻ കഴിഞ്ഞ മക്കളെ അടുത്ത കോമ്പൗണ്ടിലേക്ക് പോവാണ്, അടുത്ത റിയാക്ഷനിലേക്ക് പോവാണ്. തെർമൽ ക്രാക്കിംഗ്. എന്താണ് തെർമൽ ക്രാക്കിംഗ് മക്കളെ? ഒന്നുമില്ല. നമ്മുടെ ഹൈഡ്രോ കാർബൺ, നമ്മൾ പെട്രോൾ എങ്ങനെ ഉണ്ടാക്കണം? ഈ സാധനം കത്തിച്ചിട്ടാണ് നമ്മൾ പെട്രോൾ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പോൾ അത് വിഘടിച്ച് ചെറിയ കോമ്പൗണ്ടുകളാവും. അപ്പൊ മക്കളെ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ കത്തിക്കുമ്പോൾ അത് ചെറിയ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറും. അത്രയുള്ള തെർമൽ ക്രാക്കിംഗ്. പക്ഷെ ശ്രദ്ധിക്കണം, അവിടെ ഓക്സിജൻ പാടില്ല, വായു പാടില്ല. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഓക്സിജൻ ഇല്ലാതെ കത്തിക്കുമ്പോഴാണ് തെർമൽ ക്രാക്കിംഗ്. അപ്പൊ മക്കളെ ഓക്സിജൻ ഉണ്ട് കത്തിച്ചെങ്കിലോ അത് കമ്പഷനാണ്. ഓക്സിജൻ ഉണ്ട് കത്തിക്കണമെങ്കിൽ കമ്പഷനാണ്. ഓക്സിജൻ ഇല്ലാതെ കത്തിച്ചാൽ അതെന്താണ്? തെർമൽ ക്രാക്കിംഗ് ആണ്. അപ്പൊ തെർമൽ ക്രാക്കിംഗ് എങ്ങനെ പഠിക്കാം? തെർമൽ ക്രാക്കിംഗ് എന്താണ്? എന്താണ് തെർമൽ ക്രാക്കിംഗിൽ സംഭവിക്കുന്നത്? when heated in the absence of air. പോയിന്റ് മനസ്സിലാക്കുക, കീവേഡ് മനസ്സിലാക്കുക. ആബ്സെൻസ് ഓഫ് എയർ, എയറിന്റെ സാന്നിധ്യമില്ല. സം ഹൈഡ്രോകാർബൺസ് വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഡീകോമ്പോസസ് ഇൻടു ഹൈഡ്രോകാർബൺസ് വിത്ത് ലോവർ മോളിക്കുലർ വെയിറ്റ്. അങ്ങനെയൊന്നുമില്ല മക്കളെ. ഹൈഡ്രോകാർബൺസ് ഹൈ വെയിറ്റ് ഉള്ളത്, കൂടുതൽ വെയിറ്റ് ഉള്ളത് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് സ്മോൾ വെയിറ്റ് ആയിട്ട് മാറുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ, എയർ ഉണ്ടാവാൻ പാടില്ല. വലിയ ഹൈഡ്രോകാർബണുകള് ചെറുതായിട്ട് മാറുന്നു. ചൂടാക്കുമ്പോൾ അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വെൻ ഹീറ്റഡ് ചൂടാക്കുമ്പോഴേ സംഭവിക്കുള്ളൂ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എയർ ഉണ്ടാവാൻ പാടില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ സം ഹൈഡ്രോകാർബൺസ് വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഡീകോമ്പോസസ് അത് വിഘടിച്ചുകൊണ്ട് ഇൻടു ഹൈഡ്രോകാർബൺസ് വിത്ത് ലോവർ മോളിക്കുലർ വെയിറ്റ് ചെറിയ ഹൈഡ്രോകാർബണുകളായിട്ട് മാറുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് തെർമൽ ക്രാക്കിംഗ്. ഇതിനെ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. തെർമൽ ക്രാക്കിംഗ് ക്ലിയർ ആണോ? തെർമൽ ക്രാക്കിംഗ്, യെസ്, ഓക്കെ. അപ്പൊ മക്കളെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇപ്പോൾ 5 കാർബൺ തന്നിട്ട് നമുക്ക് അതിന്റെ തെർമൽ ക്രാക്കിംഗ് ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് രണ്ടാക്കുമ്പോൾ ഒരാളെ നിങ്ങൾ ഡബിൾ ബോണ്ട് ഉള്ളതും ഒരാൾ സിംഗിൾ ബോണ്ട് ഉള്ളതായിട്ട് എഴുതുക. ഉത്തരമായി ഒരാൾ ഡബിൾ ബോണ്ടും ഒരാൾ സിംഗിൾ ബോണ്ടും ആക്കുക. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്തു, പക്ഷേ എഴുതുമ്പോൾ ഒരാൾ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, അപ്പുറത്തെ ആള് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് എഴുതിയാൽ നിങ്ങൾ ഉത്തരമായി എങ്ങനെ എഴുതുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കാണുക, പഠിക്കുക. ഓക്കെ, ക്ലിയർ. അപ്പൊ അടുത്ത കോമ്പൗണ്ടിലേക്ക് പോവാൻ നമുക്ക് സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എഥനോൾ ഫെർമെന്റേഷൻ റിയാക്ഷൻ ഉറപ്പായിട്ട് ചോദിക്കാൻ. വാഷ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, ആബ്സല്യൂട്ട് ആൽക്കഹോൾ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യത. ഡീനാച്ചുറൽ സ്പിരിറ്റ് ആണ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് മെഥനോൾ ആണ്. മെഥനോളിന്റെ ഫോർമുല പഠിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മെഥനോളിന്റെ ഫോർമുല CH3OH. ഒരു കാർബൺ ഉള്ള ആൽക്കഹോൾ ആണ് മെഥനോൾ. ഫസ്റ്റ് ആൽക്കഹോൾ ആണ് മെഥനോൾ. CH3OH മെഥനോൾ, ഒരു കാർബൺ. CH3OH മെഥനോൾ. ഓക്കെ, ക്ലിയർ. എന്താണ് മെഥനോളിന്റെ പ്രത്യേകത? ഇത് ഫസ്റ്റ് മെമ്പർ ആണ് ഫാമിലിയിലെ, ആൽക്കഹോൾ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് വുഡ് സ്പിരിറ്റ്. എന്താണ് വുഡ് സ്പിരിറ്റ്? മെഥനോൾ. മറ്റൊരു പേര് വുഡ് സ്പിരിറ്റ്. മറ്റൊരു പേര് വുഡ് സ്പിരിറ്റ്. പിന്നെ ഇതിന്റെ പ്രത്യേകത പോയിസണസ് ആണ്, വിഷമാണ്. അതുകൊണ്ടാണ് മക്കളെ ഇത് നമ്മൾ എഥനോളിൽ ചേർക്കുമ്പോൾ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇത് നമ്മൾ എഥനോളിൽ ചേർത്ത ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. പോയിസണസ് ആണ്. എങ്ങനെയാണ് മെഥനോൾ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്? എപ്പോഴും ചോദിക്കുന്ന റിയാക്ഷൻ ആണ്. ലെഫ്റ്റ് സൈഡ് തരും, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറയും. ലെഫ്റ്റ് സൈഡ്
തരും, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വരും. അതായത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന് എന്തുണ്ടാവുന്നു? മെഥനോൾ ഉണ്ടാവുന്നു. മെഥനോൾ റൈറ്റ് സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ പ്രത്യേകത പഠിച്ചു വെക്കണം. ഒരു കാറ്റലിസ്റ്റ് ഉണ്ടാവും 573 കെൽവിൻ, കാറ്റലിസ്റ്റ് 573 കെൽവിൻ, കാറ്റലിസ്റ്റ് 573 കെൽവിൻ, 573 കെൽവിൻ, 573 കെൽവിൻ, 573 കെൽവിൻ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും CO+H2, CO+H2, H2 ചേർക്കുമ്പോൾ 2H2 എന്ന് മനസ്സിലാക്കണം. അത് ബാലൻസ് ചെയ്യുമ്പോൾ 2H2 വേണം. അപ്പൊ CO കാർബൺ മോണോക്സൈഡും 2H2 ചേർന്നിട്ട് എന്താണ് കാറ്റലിസ്റ്റും 571 കെയും ചേർന്ന് എന്തുണ്ടാവും? മെഥനോൾ പഠിക്കേണ്ട. മെഥനോൾ അറിയാലോ, CH3OH. ലെഫ്റ്റ് സൈഡ് എന്തൊക്കെ വരും? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും, കാർബൺ മോണോക്സൈഡ് CO പ്ലസ് ഹൈഡ്രജൻ 2H2 ഗീവ്സ് മെഥനോൾ, CH3OH. ക്ലിയർ ആണോ? യൂസസ് പഠിക്കണം. യൂസസ് ചോദിക്കാം എങ്ങനെയെന്ന് അറിയാമോ? നമുക്ക് എന്താണ് 4 ഓപ്ഷൻ തന്നിട്ട് ഇത് മെഥനോളിന്റെ യൂസസ് അല്ല, ഇതിനകത്ത് ഏതാണ് മെഥനോളിന്റെ യൂസസ് അല്ലാത്തത്? ആണെന്നല്ല ചോദിക്കണം, അല്ലാത്തത്. അപ്പൊ ആണെന്ത് അറിഞ്ഞെങ്കിൽ മാത്രമല്ല അല്ലാത്തത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം യൂസസ് എന്താണ്. യൂസസ് മെഥനോളിന്റെ യൂസസ്, എഥനോളിന്റെ അല്ല, മെഥനോൾ. ഓക്കെ. മാനുഫാക്ചർ ഓഫ് പെയിന്റ് ആൻഡ് വാർണിഷ്. പെയിന്റ് വാർണിഷ് ഉണ്ടാക്കാൻ മാനുഫാക്ചർ ഓഫ് പെയിന്റ് ആൻഡ് വാർണിഷ്. ഓക്കെ. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ഫോമിക് ആസിഡ് ആൻഡ് ഫോർമാൽഡിഹൈഡ്. 40% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ഈസ് ഫോർമലിൻ. എന്തുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു മക്കളെ? ഫോർമാൽഡിഹൈഡും ഫോമിക് ആസിഡ് നമ്മളെ ഉറുമ്പ് കടിച്ചാൽ അയ്യോ ഫോമിക് ആസിഡ് ആണത്. ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്. അപ്പൊ എന്താണ്? 2 യൂസസ് ആണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, പെയിന്റ് ആൻഡ് വാർണിഷും ഫോമിക് ആസിഡും ഫോർമാൽഡിഹൈഡും. മറ്റെന്തും എന്തല്ല മെഥനോളിന്റെ യൂസസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണം. മെഡിസിനിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇല്ല. മെഡിസിനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ? യൂസസ് എന്തൊക്കെയാണ്? പെയിന്റ് ആൻഡ് വാർണിഷ്, മാനുഫാക്ചർ ഓഫ് പെയിന്റ് ആൻഡ് വാർണിഷ്, ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്. അപ്പൊ മെഥനോൾ കഴിഞ്ഞു മക്കളെ, മെഥനോൾ കഴിഞ്ഞു. അടുത്തത് എഥനോൾ ആണ്. എഥനോളിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. 2 കാർബൺ ഉണ്ടാവും, OH ഉണ്ടാവും. അപ്പൊ CH3CH2OH, എഥനോൾ. CH3CH2OH. അല്ലെങ്കിൽ എങ്ങനെ പറയാം? C2H5OH, C2 2 കാർബൺ, H5OH, C2H5OH. ഇതൊക്കെ എന്താണ്? എഥനോളാണ്. എഥനോൾ എന്താണ് മക്കളെ? നമ്മൾ കുടിക്കുന്ന സാധനം, സ്പിരിറ്റ്. അതാണ് എന്ത് എഥനോൾ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ മെമ്പറാണ്, സെക്കൻഡ് മെമ്പറാണ്. ആൽക്കഹോൾ ഫാമിലിയിലെ സെക്കൻഡ് മെമ്പറാണ്. 2 കാർബണോട് സെക്കൻഡ് മെമ്പറാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബീവറേജസിൽ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇനി എഥനോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര്, ഫെർമെന്റേഷൻ. എന്താണ് ഫെർമെന്റേഷൻ ചെയ്യുന്നത്? ഷുഗർ അല്ലെ? അപ്പൊ ഷുഗറിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരിമ്പൊക്കെ നമ്മൾ എടുത്ത് ഷുഗറൊക്കെ എടുത്ത് ബാക്കി വരുന്ന സാധനമല്ല കരിമ്പിൻ ചണ്ടി. അതിന് മറ്റൊരു പേരാ വിളിക്കുന്ന മൊളാസസ്. മനസ്സിലായോ? അപ്പൊ കരിമ്പിൻ ചെടി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താ ഇതുണ്ടാക്കാം. അപ്പൊ മൊളാസസ് എന്ന് പറയുന്ന ഒരു പേര് പഠിച്ചു വെക്കുക. വേറെ ഒന്നും നിങ്ങൾ അതിനകത്ത് പറയേണ്ട. മൊളാസസിന്റെ ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ്. അപ്പൊ എഥനോൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഫെർമെന്റേഷൻ. എന്തിന്റെ ഫെർമെന്റേഷൻ? ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ്. എന്താണ് പ്രോസസ്സിന്റെ പേര്? ഫെർമെന്റേഷൻ. എന്തിന്റെ ഫെർമെന്റേഷൻ ഓഫ് മൊളാസസ്. അപ്പൊ മക്കളെ അതിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? മൊളാസസ് എന്ത് ചെയ്യുന്നു? മൊളാസസിലേക്ക് ഈസ്റ്റ് ഇടുന്നു. ഈസ്റ്റുള്ള 2 എൻസൈമിന്റെ പേര് ചോദിക്കും. വെരി ഇമ്പോർട്ടന്റ്, എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കും. എൻസൈമിന്റെ പേര് ഇൻവെർട്ടേസും സൈമേസും. സൈമേസ്. ആദ്യം ഈ പറയുന്ന ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രാക്ടോസ് ആക്കി മാറ്റുന്ന ഡ്യൂട്ടിയാണ് ഇൻവെർട്ടേസിനുള്ളത്. അപ്പൊ ഇൻവെർട്ടേസ് എന്താണ് ചെയ്യുന്നത്? ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രാക്ടോസ് ആക്കി മാറ്റുന്നു. അപ്പൊ ഇൻവെർട്ടേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും മക്കളെ? ആദ്യം സംഭവിക്കുന്ന ഇൻവെർട്ടേസ് ആണ്. ഇൻവെർട്ടേസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രാക്ടോസ് ആക്കി മാറ്റുന്നു. ഷുഗറിന്റെ ഫോർമുല പഠിക്കണം. C12H22O11. എന്താണ് ഗ്ലൂക്കോസ് ഉണ്ടായി കഴിയുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണ്? C6H12O6. അത് തന്നെയാണ് ഫ്രാക്ടോസിന്റെ ഫോർമുലയും. അപ്പൊ ഈ പറയുന്ന ഷുഗർ സൊല്യൂഷൻ പ്ലസ് H2O വാട്ടർ ചേർക്കുമ്പോൾ അതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈസ്റ്റിനകത്തുള്ള ഇൻവെർട്ടേസ് ആണ് അതിനെന്താക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റുന്നത്. അപ്പം മറക്കരുത്, ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റുന്നത് ആരാണ്? ഇൻവെർട്ടേസ്.
അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ആരുടെ റോൾ വരുന്നുള്ളൂ, സൈമേസിന്റെ റോൾ വരുന്നുള്ളൂ. എന്താണ് സൈമേസ് ചെയ്യുന്നത്? സൈമേസ് ഈ പറയുന്ന ഗ്ലൂക്കോസിനെയും ഫ്രാക്ടോസിനെയും എഥനോൾ ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസിനെയും ഫ്രാക്ടോസിനെയും എഥനോൾ ആക്കി മാറ്റുന്നു. അപ്പൊ എന്താണ് റിയാക്ഷൻ? C6H12O6 സൈമേസ് എന്താക്കി മാറ്റുന്നു? 2C2H5OH പ്ലസ് 2CO2. എഥനോൾ ഉണ്ടാവുന്നു മക്കളെ. എഥനോൾ എന്ന് എഴുതാ, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ എന്താണ് മോളാസസ്? മോളാസിസ് ഫെർമിനേറ്റഡ് ബൈ ആഡിങ് ഈസ്റ്റ് ഇൻ ഇറ്റ് സൊല്യൂഷൻ. The enzyme invertase present in the yeast convert sugar solution into glucose and fructose. Glucose and fructose are then converted into ethanol and carbon dioxide by the action of another enzyme called zymase from yeast. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് molasses. Yeast. Invertase zymase. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഉണ്ടാവുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസും ഫ്രാക്ടോസും എന്തായി മാറുന്നു? എഥനോൾ ആയിട്ട് മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ മൊത്തം പ്രോസസ്സ് പറഞ്ഞ മക്കളെ, ഷുഗർ സൊല്യൂഷന് ഈസ്റ്റ് ഇടുന്നു, ഈസ്റ്റിനകത്തുള്ള ഇൻവെർട്ടേഴ്സ് ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കുന്നു, ഈസ്റ്റിനകത്തുള്ള അടുത്ത എൻസൈം സൈമേസ് ഗ്ലൂക്കോസിനും ഫ്രാക്ടോസിനെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അപ്പോൾ എന്താണ് ഇനി എഥനോളിന്റെ യൂസസ് നോക്കാം. എഥനോളിന്റെ യൂസസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് പവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ആസ് എ സോൾവെന്റ് ഫോർ മെഡിസിന്റെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഓഫ് പെയിന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ആസ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, മറ്റു ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഷോർട്ടാക്കി പറയാം, പവർ ആൽക്കഹോൾ, മെഡിസിൻ, പെയിന്റ്, പ്രിസർവേറ്റീവോ മറ്റു ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. പവർ ആൽക്കഹോൾ, മെഡിസിൻ, പെയിന്റ്, പ്രിസർവേറ്റീവ്സ്, organic compounds, alcohol, medicine, paint, alcohol, medicine, paint, power alcohol, medicine, paint, preservatives, organic compounds, preservative, paint, medicine, alcohol, organic compound, preservative, paint, medicine, alcohol, medicine, paint, preservative, organic compounds, alcohol, medicine, പെയിന്റ്, പ്രിസർവേറ്റീവ്, ആൽക്കഹോൾസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്. ക്ലിയർ ആണല്ലോ? ആൽക്കഹോൾ, മെഡിസിൻ, പെയിന്റ്, പ്രിസർവേറ്റീവ്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി ഈ പറയുന്ന എഥനോളിൽ നിന്നും ഒരു 3-4 ക്വസ്റ്റ്യൻ, ചിന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് എന്താണ് ഡീനാച്ചുറൽ സ്പിരിറ്റ്, എന്താണ് പവർ ആൽക്കഹോൾ, എന്താണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ, എന്താണ് വാഷ് എന്താണ് മക്കളെ? ആദ്യം കിട്ടുന്ന എഥനോള് നമ്മുടെ ഫെർമെന്റേഷന്റെ ഫലമായിട്ട് ആദ്യം കിട്ടുന്ന എഥനോളാണ് വാഷ്. പക്ഷെ അങ്ങനെ പറഞ്ഞ മാർക്ക് കിട്ടില്ല. ശതമാനം പറയണം. ശതമാനം മറന്നു പോകരുത്. 8 to 10%, 8 to 10%, 8 to 10%, 8 to 10% solution of ethanol is known as wash. 8 to 10%, wash, 8 to 10% ethanol, 8 to 10% ethanol. അടുത്തത് റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? ഓർത്തു വെക്കുക, ആ നമ്പർ ഓർത്തു വെക്കുക. 95.6%, 95.6%, 95.6% ethanol solution is known as what? Rectified spirit. 95.6%, rectified spirit 95.6%, rectified spirit 95.6%, rectified spirit 95.6%. അടുത്തത് ആബ്സല്യൂട്ട് ആൽക്കഹോൾ 100%, ആബ്സല്യൂട്ട് ആൽക്കഹോൾ 100%, ആബ്സല്യൂട്ട് ആൽക്കഹോൾ 100% എഥനോൾ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% എഥനോൾ ആണ്. 100% എഥനോൾ ആണ്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ്? 100% എഥനോൾ ആണ്. പവർ ആൽക്കഹോൾ മറ്റൊരു പേര് ഗ്യാസോൾ. പവർ ആൽക്കഹോൾ മറ്റൊരു പേര് ഗ്യാസോൾ. പവർ ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാക്കുന്നു മക്കളെ? 2 പേര് ചേർന്നിട്ടാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. പവർ ആൽക്കഹോളിൽ പെട്രോൾ ഉണ്ടാവും, ആൽക്കഹോൾ ഉണ്ടാവും. ആൽക്കഹോൾ 20%, ബാക്കി പെട്രോൾ. ആൽക്കഹോൾ 20%, അപ്പൊ പെട്രോൾ 80%. ആൽക്കഹോൾ 20, പെട്രോൾ 80. ആൽക്കഹോൾ 20, പെട്രോൾ 80. ആൽക്കഹോൾ 20, പെട്രോൾ 80. ആൽക്കഹോൾ 20, പെട്രോൾ 80. 20 + 80. ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? പവർ ആൽക്കഹോൾ. എന്താണ് മക്കളെ? ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് എഥനോൾ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ മിസ്യൂസിങ് ആസ് ബിവറേജ് ബൈ ആഡിങ് പോയിസണസ് സബ്സ്റ്റൻസ് ലൈക്ക് മെഥനോൾ. മക്കളെ, നമ്മൾ മെഥനോൾ ആഡ് ചെയ്യുന്ന എഥനോളിൽ എന്തിനു വേണ്ടിയിട്ട്? അത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മെഥനോൾ വിഷമാണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ് എക്സെട്ര. ദിസ് എഥനോൾ ഈസ് കോൾഡ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്. നമ്മൾ മെഥനോൾ മാത്രമല്ല, പെരിഡീൻ ആഡ് ചെയ്യാം, റബ്ബർ ഡിസ്റ്റിലേറ്റ്, റബ്ബറിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ കൊണ്ട് ആഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യാം? മെഥനോള്, പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ്. മെഥനോള്, പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ്. മെഥനോള്, പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ്. ആഡിങ് ടു വിച്ച്? എന്തിലേക്ക് ആഡ് ചെയ്യുന്നു? സ്പിരിറ്റിലേക്ക്, എഥനോളിലേക്ക് ആഡ് ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്.
ഓക്കെ, മെഥനോളാണ് ആഡ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം. മെഥനോളാണ് ആഡ് ചെയ്യുമെങ്കിൽ മറ്റൊരു പേരും കൂടി പറയും, മെഥിലേറ്റഡ് സ്പിരിറ്റ്. മെഥനോൾ ആഡ് ചെയ്യുമ്പോൾ വേറൊരു പേര് പിടിക്കും, മെഥിലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഡീനാച്ചുറൽ സ്പിരിറ്റ് ആണോ? അതെ, ഡീനാച്ചുറൽ സ്പിരിറ്റ് ഒരു കോമൺ ആയിട്ട് പറയണതാണ്. നമ്മൾ ഈ പറയുന്ന എഥനോളിലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് എഥനോൾ കുടിക്കാൻ പറ്റാതെ ആവുന്നത്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറൽ സ്പിരിറ്റ്. ആ സ്പിരിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറൽ സ്പിരിറ്റ്. അത് മെഥനോളാണ് ആഡ് ചെയ്യണമെങ്കിൽ വേറൊരു പേരും കൂടി പറയും, മെഥിലേറ്റഡ് സ്പിരിറ്റ്. മെഥനോൾ ആഡ് ചെയ്താൽ മെഥിലേറ്റഡ് സ്പിരിറ്റ്, മെഥനോൾ ആഡ് ചെയ്താൽ മെഥിലേറ്റഡ് സ്പിരിറ്റ്. എന്താണ് ഡീനാച്ചുറൽ സ്പിരിറ്റ്? എന്താണ് സ്പിരിറ്റ്? എഥനോൾ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ മിസ്യൂസിങ് ആസ് ബിവറേജ്. അപ്പോൾ അൺഫിറ്റ് ഫോർ മിസ്യൂസിങ് ആസ് ബിവറേജ് by adding poisonous substance, by adding poisonous substance, by adding poisonous substance like എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? മെഥനോൾ, പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ്, മെഥനോൾ, പെരിഡീൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ് എക്സെട്ര. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് എന്താണ് മക്കളെ? എഥനോയിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചൊറുക്ക. അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്ന ചൊറുക്കിനെ കുറിച്ച് പഠിക്കാം. എഥനോയിക് ആസിഡിന്റെ ഫോർമുല പഠിക്കുക. CH3COOH, 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 CH3COOH. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. മറ്റൊരു പേര് അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്. വെരി വെരി ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വിനീഗർ. വിനീഗർ. ആസിഡ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് എന്താ വിളിക്കുന്നത്? വിനീഗർ. വിനീഗർ. ഇതിന്റെ ഈ 5 to 8% കോൺസെൻട്രേഷൻ ആണ് വിനീഗർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, 5 to 8%, 5 to 8%, 5 to 8%. അതിനെയാണ് വിനിഗർ എന്ന് പറയുന്നത്. 5 മുതൽ 8% വരെ, 5 മുതൽ 8% വരെ. മക്കളെ വാഷ് എന്തായിരുന്നു? 8 മുതൽ 10% വരെ. വാഷ് എന്താണ്? 8 മുതൽ 10% വരെ. 5 മുതൽ 8% വരെ ആസിഡ് ചേർന്നതാണ് വിനീഗർ. അത് ആൽക്കഹോൾ അല്ല, ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത്. 5 മുതൽ 8% വരെ എന്താണ്? ആസിഡ്. ഈ പറഞ്ഞ എഥനോയിക് ആസിഡിനെ നമ്മൾ വിനീഗർ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചൊറുക്ക എന്ന് പറയും. മനസ്സിലായോ? ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ടീരിയയുടെ പേര് പറയുന്നുണ്ട്, അസറ്റോബാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എഥനോയിക് ആസിഡ് ഉണ്ടാക്കാം. പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അങ്ങനെയല്ല. എന്താണ് ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ? പഠിച്ചു വെച്ചേക്കണം. ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ടീരിയ, അതായത് അസറ്റോബാക്ടർ, നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഈ പറഞ്ഞ കള്ളെടുത്തിട്ട് കുഴിച്ചിടും. അപ്പൊ അത് എങ്ങനെയാണ് ചൊറുക്കായിട്ട് മാറുന്നത്? മണ്ണിൽ അസറ്റോബാക്ടർ ഉണ്ട്. അപ്പൊ ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ, ആൽക്കഹോളിനെ ഫെർമെന്റേഷൻ ചെയ്തുകൊണ്ട് എന്തിന്റെ സഹായത്തോടു കൂടി? അസറ്റോബാക്ടർ, 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 അസറ്റോബാക്ടർ. ബാക്ടീരിയയുടെ പേരാണ് അസറ്റോബാക്ടർ, അസറ്റോബാക്ടർ, അസറ്റോബാക്ടർ. AZOTOBACTOR, അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ ഉപയോഗിച്ചുകൊണ്ട്, ആ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഥനോയിക് ആസിഡ് ഉണ്ടാക്കാം. ഇങ്ങനെ ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ, ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ, ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ പഠിക്കണം മക്കളെ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വെരി ഈസിയാണ്. മെഥനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് മെഥനോൾ എന്ന് പറഞ്ഞാൽ എന്താ? CH3OH. കാർബൺ മോണോക്സൈഡ് എന്താ? CO. അപ്പൊ എന്തുണ്ടാവും? CH3COH, CH3COH. ഇക്വേഷൻ എന്താ? CH3OH plus CO, CH3COH, CH3OH plus CO കാറ്റലിസ്റ്റ്, CH3COH, CH3OH മെഥനോൾ പ്ലസ് CO കാർബൺ മോണോക്സൈഡ് ഗീവ്സ് CH3COH എഥനോയിക് ആസിഡ്. ഇപ്പൊ മകൾ അടുത്ത് യൂസസ് ഓഫ് എഥനോയിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൊറുക്ക, വിനിഗർ, 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 വിനിഗർ. ഓക്കെ. മെഡിസിൻ, 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 മെഡിസിൻ. അത്രയും കിട്ടി. ഡിസിൻഫെക്റ്റൻസ്, ഡിസിൻഫെക്റ്റന്റ്. നമുക്ക് എന്താണ്? മണങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡിസിൻഫെക്റ്റൻസ്, ഡിസിൻഫെക്റ്റന്റ്, ഡിസിൻഫെക്റ്റൻസ്. പിന്നെന്താണ്? സോൾവെന്റ് ആണ്. സോൾവെന്റ് ലയിപ്പിക്കുന്ന. ആരെ ലയിപ്പിക്കുന്നു? പോളിമേഴ്സ് ആൻഡ് റെസിൻസ്, പോളിമേഴ്സ് ആൻഡ് റെസിൻസ്. സോൾവെന്റ് ഫോർ പോളിമേഴ്സ് ആൻഡ് റെസിൻസ്, സോൾവെന്റ് ഫോർ പോളിമേഴ്സ്. ഇത്ര എന്തായാലും പഠിക്കണം. വിനീഗർ ഉണ്ടാക്കാൻ വിനീഗർ, വീട്ടിലുള്ള വിനീഗർ ചൊറുക്ക, വിനീഗർ ഉണ്ടാക്കാൻ വിനീഗർ, മാനുഫാക്ചറിംഗ് ഓഫ് വിനീഗർ, 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 വിനീഗർ. മെഡിസിൻ, 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 മെഡിസിൻ. ഡിസിൻഫെക്റ്റൻസ്, 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 ഡിസിൻഫെക്റ്റൻസ്. അടുത്ത എന്താണ്? റെസിൻസിന്, പോളിമേഴ്സ് ആൻഡ് റെസിൻസിന്റെ സോൾവെന്റ്, 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 പോളിമേഴ്സ് ആൻഡ് റെസിൻസിന്റെ സോൾവെന്റ്. ഇനി ഒരു പോയിന്റ് മക്കളെ, ഇച്ചിരി ടഫ് ആയിരിക്കും പലർക്കും. 3 പേരാണ് ഇത് പഠിക്കാനുള്ളത്. അൺഹൈഡ്രേറ്റഡ് അസറ്റേറ്റ് എസ്റ്റർ, സിന്തറ്റിക് ഫൈബേഴ്സ്. ഇത് ഉണ്ടാക്കാം. സിന്തറ്റിക് ഫൈബേഴ്സ് പഠിച്ചു നോക്കാം. സിന്തറ്റിക് ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്, ഫൈബർ, 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 സിന്തറ്റിക് ഫൈബേഴ്സ്. പിന്നെ 2 പേര് ബുദ്ധിമുട്ടുള്ളത് അൺഹൈഡ്രേറ്റഡ് അസറ്റേറ്റ് എസ്റ്റർ. ആ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരണത് എന്തിന്റെ യൂസസ് ആണ്? എഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്. മനസ്സിലായോ? അപ്പൊ എന്താണ് ആ പേര്? അൺഹൈഡ്രേറ്റഡ്, 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 അൺഹൈഡ്രേറ്റഡ് അസറ്റേറ്റ് എസ്റ്റർ, അസറ്റേറ്റ് എസ്റ്റർ, അസറ്റേറ്റ് എസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ എന്താ? എസ്റ്റർ എന്ന് വിചാരിക്കരുത്. അസറ്റേറ്റ് എസ്റ്റർ ഉണ്ടാക്കാനായിട്ടുള്ള യൂസസ് ആണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂസസ് അല്ലാത്ത ഏതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ ഇട്ട് ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് എസ്റ്റേഴ്സ്.
എസ്റ്റേഴ്സിലൂടെ നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ കഴിഞ്ഞു. മക്കളെ എസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് വിഷമിക്കരുത്. എസ്റ്ററിന് തൊട്ട് മുന്നേ പഠിച്ചത് എന്താണ്? ആസിഡാണ്. അതിന് തൊട്ട് മുന്നേ പഠിച്ചത് എന്താണ്? ആൽക്കഹോൾ ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? എസ്റ്റർ. അത്രേ ഉള്ളൂ. എസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്നു? നിങ്ങൾ ഇതിനു മുന്നേ തൊട്ട് മുന്നേ പഠിച്ച ആൽക്കഹോളും ഏതെങ്കിലും ഒരു ആസിഡും തമ്മിൽ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? എസ്റ്റർ ഉണ്ടാവുന്നത്. കിട്ടിയല്ലോ. അപ്പൊ എസ്റ്റർ ആർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് ആൽക്കഹോൾ. ആസിഡ് എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ചേർന്നാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പൊ എസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്നു? കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ, ആസിഡ് പ്ലസ് ആൽക്കഹോൾ. എസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്നത്? എസ്റ്റർ ഈക്വൽ ടു ആസിഡ് പ്ലസ് ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ. എസ്റ്റർ ഈസ് ഈക്വൽ ടു കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ. കിട്ടിയല്ലോ. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എങ്ങനെയാണ് എസ്റ്റർ ഉണ്ടാവുന്നത്? കാർബോക്സിലിക് ആസിഡ് പ്ലസ് എന്താണ്? ആൽക്കഹോൾ. സോ എങ്ങനെ പറയാം മക്കളെ? എസ്റ്റേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് വിത്ത് ആൽക്കഹോൾ. This reaction is called esterification. Clear ആണല്ലോ. മുല്ലപ്പൂവിന്റെ മണം, ഓറഞ്ചിന്റെ മണം, ഇങ്ങനെയുള്ള മണങ്ങളൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാണ്? എസ്റ്ററുകൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ മക്കളെ നമുക്ക് ഇവിടെ എന്താണ് ഒരു ടേബിൾ തന്നിട്ട് കുറച്ച് എന്താണ് എന്റെ ഫ്രാഗ്രൻസ്, അതിന്റെ സ്മെല്ലും പറയുന്നുണ്ട്, ആ എസ്റ്ററിന്റെ പേര് പറയുന്നുണ്ട്. അത് എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായെന്ന് നമ്മൾ അറിയണം. അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. പൈനാപ്പിൾ ഉണ്ടായത് ഈഥൈൽ ബ്യൂട്ടനേറ്റ്. പൈനാപ്പിൾ ഉണ്ടായത് ഈഥൈൽ ബ്യൂട്ടനേറ്റ്. അല്ലാതെ ഈഥൈൽ എന്ന് കേട്ടല്ലോ. ഈഥൈൽ ബ്യൂട്ടനേറ്റ്, ഈഥൈൽ ഉണ്ടല്ലോ, അതിനോട് ആൽക്കഹോൾ ചേർക്ക്. അപ്പൊ ആൽക്കഹോളിനെ കിട്ടി. ഈഥൈൽ ആൽക്കഹോൾ ആണ് അതിനകത്ത് ഉണ്ടായത്. അത് ഉണ്ടാകാൻ കാരണം ഈഥൈൽ ആൽക്കഹോൾ ആണ്. ബ്യൂട്ടനേറ്റിൽ നിന്ന് ആസിഡ് ചേർക്ക്. ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പൊ ബ്യൂട്ടനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും ചേർന്നതുണ്ടായി ഈഥൈൽ ബ്യൂട്ടനേറ്റ്. അപ്പൊ ഈഥൈൽ ആൽക്കഹോളിനെ എടുത്ത് മാറ്റാം. ഈഥൈലിനെ അങ്ങോട്ട് എടുക്കുക. ബ്യൂട്ടനോയിക് ആസിഡിലെ ഓയിക് ആസിഡ് എടുത്ത് മാറ്റാം. അപ്പൊ ബ്യൂട്ടനേറ്റ് എന്നാക്കുക. അപ്പൊ എന്തായി അതിന്റെ പേര്? ഈഥൈൽ ബ്യൂട്ടനേറ്റ്. പൈനാപ്പിളിന്റെ മണം, ഈഥൈൽ ബ്യൂട്ടനേറ്റ്. പൈനാപ്പിളിന്റെ മണം, ഈഥൈൽ ബ്യൂട്ടനേറ്റ്. എങ്ങനെ ഉണ്ടായി? ഈഥൈൽ ആൽക്കഹോളും ബ്യൂട്ടനോയിക് ആസിഡ്. അത് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും ആസിഡ് ആരാണ് മക്കളെ? എഥനോയിക് ആസിഡ് ആണ്. ഇനി പഠിക്കണ്ട. ബാക്കി എല്ലാം എഥനോയിക് ആസിഡ് ആണ്. പൈനാപ്പിൾ മാത്രമല്ല, ബാക്കി എല്ലാം എഥനോയിക് ആസിഡ് ആണ്. അപ്പൊ അത് പഠിക്കണ്ട. ആസിഡ് ആരാണ്? എഥനോയിക് ആസിഡ്. പിന്നെ എന്താണ് പഠിക്കേണ്ടത്? അവിടുത്തെ ആൽക്കഹോൾ ആരാണ്? ആൽക്കഹോൾ മാറുന്നതനുസരിച്ചിട്ട് മണം മാറും, പേര് മാറും. അപ്പൊ ആൽക്കഹോൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. ബനാനയുടെ മണം വരുന്നത് ഏത് ആൽക്കഹോൾ ആണ്? ഐസോമൈൽ ആൽക്കഹോൾ. പഠിച്ചു വെച്ചോളണം. ഐസോമൈൽ ആൽക്കഹോൾ. ജാസ്മിൻ, മുല്ലപ്പൂവിന്റെ മണം ഏത് ആൽക്കഹോൾ ആണ്? ബെൻസൈൽ ആൽക്കഹോൾ. മുല്ലപ്പൂവ്, ബെൻസൈൽ ആൽക്കഹോൾ. ജാസ്മിൻ. ഓറഞ്ചിന്റെ മണം തരുന്നത് ഏതാണ് ആൽക്കഹോൾ? ഒക്ടേൽ ആൽക്കഹോൾ. മക്കളെ ഇതിനോടൊക്കെ ചേർക്കേണ്ട ആസിഡ് എന്താണ്? എഥനോയിക് ആസിഡ്. പൈനാപ്പിളിൽ മാത്രം എഥനോയിക് ആസിഡ് അല്ല, ബ്യൂട്ടനോയിക് ആസിഡ്. ബാക്കി എല്ലാത്തിലും എഥനോയിക് ആസിഡ് പ്ലസ് ആൽക്കഹോളിന്റെ പേര് പഠിക്കണം. നമുക്ക് ഒക്ടേൽ ആൽക്കഹോൾ ഓറഞ്ച്. ഓറഞ്ച് കണ്ടോ? ഒക്ടേൽ ആൽക്കഹോൾ ഓറഞ്ച് കണ്ടോ? ഓറഞ്ചിന്റെ മണം വരുന്നത് ഒക്ടേൽ ആൽക്കഹോൾ ആണ്. ബെൻസൈൽ ആൽക്കഹോൾ ജാസ്മിൻ. അതുപോലെ ഐസോമൈൽ ആൽക്കഹോൾ ബനാന. ഇനി അതിന്റെ എസ്റ്ററിന്റെ പേര് പഠിക്കണം. ഐസോമൈൽ ആൽക്കഹോളും എഥനോയിക് ആസിഡും ചേർന്നാണല്ലോ ബനാനയുടെ മണം ഉണ്ടാവുന്നത്. അപ്പോ ആൽക്കഹോളിന്റെ പേര് പറയാ ഐസോമൈൽ. ചേർക്കേണ്ടത് അസറ്റേറ്റ്. ഐസോമൈൽ അസറ്റേറ്റ്. അതുപോലെ ബെൻസൈൽ ആൽക്കഹോളും എഥനോയിക് ആസിഡും ചേരുമ്പോൾ ബെൻസൈൽ എഥനേറ്റ്. പഠിച്ചല്ലോ മക്കളെ, പഠിച്ചല്ലോ.
ക്ലിയർ. ഇനി നമുക്ക് മെഡിസിനിലേക്ക് പോവാം. മെഡിസിനിൽ കാറ്റഗറി ഫംഗ്ഷൻ എക്സാമ്പിൾ, കാറ്റഗറി 4 കാറ്റഗറി: അനൽജസിക്സ്, ആന്റിപൈററ്റിക്സ്, ആന്റിസെപ്റ്റിക്സ്, ആന്റിബയോട്ടിക്സ്. കാറ്റഗറി പഠിച്ചു നോക്കാം, ഓർഡറിൽ തന്നെ പഠിക്കുക. അനൽജസിക്സ്, ആന്റിപൈററ്റിക്സ്, ആന്റിസെപ്റ്റിക്സ്, ആന്റിബയോട്ടിക് എല്ലാം ആരംഭിക്കുന്നത് എയിലാണ്. ആദ്യത്തേത് അനൽജസിക്സ് മക്കളെ. പെയിൻ വേദന മാറാൻ അനൽജസിക്സ്. രണ്ടാമത്തെ ആന്റിപൈററ്റിക്, പനി മാറാൻ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, താപനില കുറയ്ക്കാൻ ബോഡി ടെമ്പറേച്ചർ, ആന്റിപൈററ്റിക്സ്. ആന്റിസെപ്റ്റിക്സ് നമുക്കറിയാം എന്താണ്, മുറി വരുമ്പോൾ നമ്മൾ ഡെറ്റോളൊക്കെ പുരട്ടും അല്ലെ. ആന്റിസെപ്റ്റിക്സ് എന്താണ്, കൺട്രോൾ മൈക്രോ ഓർഗാനിസംസ്. അടുത്തത് ആന്റിബയോട്ടിക്സ്. എന്തിനാണ് മക്കളെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത്? ഡിസ്ട്രോയ് ഇൻഫെഷ്യസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രിവെന്റ് ദെയർ ഗ്രോത്ത്. നമുക്ക് ഇങ്ങനെ തൊണ്ടവേദന അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വന്നിട്ട് മാറാതാവുമ്പോൾ ആന്റിബയോട്ടിക്സ് എഴുതും അല്ലെ. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ബാക്ടീരിയനെ കൊന്നുകളയാനാണ്. എന്ത് ബാക്ടീരിയ ആണോ നമുക്ക് അസുഖം ഉണ്ടാക്കിയതിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസ്ട്രോയ് ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രിവെന്റ് ദെയർ ഗ്രോത്ത്. അവർ പിന്നീട് വളരാൻ പാടില്ല. മനസ്സിലായോ? ഇനി ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കുക. എക്സാമ്പിൾ ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കുക, കാരണം തിരിഞ്ഞു പോകരുത്. ആസ്പിരിൻ, പാരാസിറ്റമോൾ, ഡെറ്റോൾ, പെനിസിലിൻ. APDP അങ്ങനെ പഠിച്ചു നോക്കുക. AP ആസ്പിരിൻ, P പാരാസിറ്റമോൾ, DP ഡെറ്റോൾ, പെനിസിലിൻ. AP ആസ്പിരിൻ, പാരാസിറ്റമോൾ, DP ഡെറ്റോൾ, പെനിസിലിൻ. ഓർഡർ പഠിച്ചു വെക്കുക. ആദ്യം അനൽജസിക്, എന്താണ് ആന്റിപൈററ്റിക്സ്, ആന്റിസെപ്റ്റിക്സ്, ആന്റിബയോട്ടിക്സ്. കാരണം ഇത് തിരിച്ചും മറിച്ചും ചോദിക്കും, തിരിച്ചു കളയും നമ്മൾ. ഫസ്റ്റ് ഓർഡർ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്താണ് ഓർഡർ? അനൽജസിക്സ്, ആന്റിപൈററ്റിക്സ്, ആന്റിസെപ്റ്റിക്സ്, ആന്റിബയോട്ടിക്സ്. അതിനകത്ത് ആദ്യത്തേതും അവസാനത്തേതും പ്രത്യേകം പഠിച്ചു വെക്കുക. ആന്റിബയോട്ടിക്സിൽ അവസാനിച്ചു, പഠിച്ചു നോക്കുക. ആന്റിബയോട്ടിക്സ് തുടങ്ങിയത് അനൽജസിക്സ്. പനി വരുന്ന ആള് രണ്ടാമത്തത് ആന്റിപൈററ്റിക്സ്, മൂന്നാമത് ആന്റിസെപ്റ്റിക്സ്. എക്സാമ്പിൾ ആസ്പിരിൻ എന്താണ്? അനൽജസിക്സ് ആണ്. അനൽജസിക്സ് ആണ്. പെയിൻ വേദന. അടുത്തത് പാരസിറ്റമോൾ എന്തിനാണ്? പനി. റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ. ഡെറ്റോൾ എന്താണ്? കൺട്രോൾ മൈക്രോ ഓർഗാനിസം, അതിനാണ് ഡെറ്റോൾ വരുന്നത്. പെൻസിലിൻ എന്താണ്? ഡിസ്ട്രോയ് ഇൻഫെഷ്യസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രിവെന്റ് ദെയർ ഗ്രോത്ത്. നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നല്ലൊരു തലവേദന വന്നു. അപ്പൊ നമ്മൾ ആസ്പിരിൻ കഴിക്കുകയാണ്, തലവേദന മാറുന്നില്ല. പിന്നെ അത് പനിയായിട്ട് വന്നു, അപ്പൊ നമ്മൾ പോയി പാരസിറ്റമോൾ കഴിച്ചു, പനിയായിട്ട് വന്നു. അങ്ങനെ പനിയുള്ള തലവേദനയുള്ള നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കാല് തട്ടി മുറിഞ്ഞു. ആ മുറിഞ്ഞ കാലിൽ നമ്മൾ എന്താണ്? ഡെറ്റോൾ ഇട്ട് കഴുകി. അപ്പോ അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? കൺട്രോൾ മൈക്രോ ഓർഗാനിസംസ്. എന്നിട്ട് അസുഖം മാറുന്നില്ല, കഫക്കെട്ട് വന്നു. നേരെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് കൊണ്ട് മാറില്ല, ആന്റിബയോട്ടിക് എഴുതാം. അങ്ങനെ ആന്റിബയോട്ടിക് എഴുതി. പെനിസിലിൻ. ഡോക്ടർ എഴുതിയത് പെനിസിലിൻ കൊണ്ടാണ്. മനസ്സിലായോ? ഡോക്ടറിൽ പേനയില്ലായിരുന്നു. സോ ഇത് ഓർത്തു വെക്കുക, ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ? പാരസിറ്റമോളിന് ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. പാരസിറ്റമോൾ ഒരേ സമയം 2 മരുന്നിന് ഉപയോഗിക്കാം. അതേതൊക്കെയാണ്? അനൽജസിക്സും ആന്റിപൈററ്റിക്സും. പ്രത്യേകം പഠിച്ചു നോക്കുക. പാരസിറ്റമോൾ ഒരേ സമയം അനൽജസിക്സും ആന്റിപൈററ്റിക്സുമാണ്. അതായത് ഒരേ സമയം വേദന ഇല്ലാതാക്കാനും പനിക്കും അതേ ടെമ്പറേച്ചർ കുറയ്ക്കാനും ഉപയോഗിക്കാം. മനസ്സിലായോ? റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, ഫീവർ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പാരസിറ്റമോൾ ആണ്. മനസ്സിലായോ? അതുപോലെ ആസ്പിരിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് അനൽജസിക് ബട്ട് ഇറ്റ് ഗുഡ് അഗെയിൻസ്റ്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇൻ ബ്ലഡ് വെസൽസ് ടു പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആസ്പിരിൻ ചോദിച്ചിട്ടുണ്ട്. സിമിലർലി there are many medicine which are multi-purpose in uses. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഇങ്ങനെ മക്കളെ. അപ്പൊ പാരസിറ്റമോളും ആസ്പിരിനും പ്രത്യേകം പഠിച്ചു വെക്കുക. ഓക്കെ, അബദ്ധവശാല് കണ്ടുപിടിച്ചതാണ് പെനിസിലിൻ. അതും പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 കഴിഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ 3 പോകാം. മക്കളെ, അടുത്തത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ പ്രധാനപ്പെട്ട തിയറീസ് നമുക്ക് നോക്കാം മക്കളെ. ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഡി ബ്രോളി ലൂയിസ് ഡി ബ്രോളി ആണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. എന്താണ് എന്റെ അർത്ഥം? മാറ്റർ എല്ലാ വസ്തുക്കൾക്കും 2 സ്വഭാവമുണ്ട്. ഒരു സ്വഭാവം എന്താണ്? ഒരു സ്വഭാവം പാർട്ടിക്കിൾ, ഒരു സ്വഭാവം എന്താണ്? വേവ്. പാർട്ടിക്കിൾ പ്ലസ് വേവ്. കണികയും അതുപോലെ തന്നെ തരംഗ സ്വഭാവവും. പാർട്ടിക്കിൾ പ്ലസ് വേവ്. ഡ്യുവൽ നാച്ചർ പ്രൊപ്പോസ്ഡ് ബൈ സയന്റിസ്റ്റിന്റെ പേര് പഠിച്ചു വെക്കുക. ലൂയിസ് ഡി ബ്രോളി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മാറ്റർ
It describes how every object, electrons, atoms, molecules, etc. exhibits both particle-like and wave-like nature. Particle-like and wave-like nature. Particle-like and wave-like nature. Dual nature എന്താണ്? Particle-like, wave-like. Particle-നെയും വേവിനെയും പോലെ പെരുമാറുന്നു. Particle-നെയും വേവിനെയും പെരുമാറുന്നു. Dual nature. Dual nature. Clear ആണല്ലോ? Clear ആണല്ലോ? അടുത്തത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചു നോക്കണം മക്കളെ. ഒരേ സമയം നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ വേഗതയും അതിന്റെ സ്ഥാനവും നിശ്ചയിക്കാൻ കഴിയില്ല. ഒരേ സമയം എന്ന വാക്ക് സൈമൾട്ടേനിയസ്ലി വേഗത, വെലോസിറ്റി, സ്ഥാനം, പൊസിഷൻ, സ്ഥാനവും വേഗതയും വെലോസിറ്റിയും പൊസിഷൻ നിർണ്ണയിക്കാനാവില്ല. നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ. അപ്പൊ അത് ഒരുമിച്ച് എങ്ങനെ പറയാം മക്കളെ? എങ്ങനെ ഒരുമിച്ച് പറയാം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, സാധ്യമല്ല. ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ അറ്റ് ദ സെയിം ഡേ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞോ. സൈമൾട്ടേനിയസ്ലി കിട്ടിയില്ലെങ്കിൽ അറ്റ് ദ സെയിം ഡേ എന്ന് പറഞ്ഞോ. ഒരേ സമയം എന്ത് പറ്റില്ല. എക്സാക്ട് പൊസിഷൻ, യഥാർത്ഥമായ സ്ഥാനം, എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് വെലോസിറ്റി, യഥാർത്ഥമായ വേഗത, എക്സാക്ട് പൊസിഷൻ, എക്സാക്ട് വെലോസിറ്റി, പൊസിഷൻ ആൻഡ് വെലോസിറ്റി. നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ. To determine, impossible to determine, simultaneously, ഒരേ സമയം, at the same time, മനസ്സിലായോ? So it is impossible to determine the exact position and velocity ആരുടെ of fast moving subatomic particle like electron. വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ കണികയായിട്ടുള്ള ഇലക്ട്രോണിനെ പോലുള്ളവരുടെ സ്ഥാനവും വേഗതയും ഒരേ സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഇതിനെ എന്താണ് മക്കളെ വിളിക്കുന്നത്? ഹെയ്ൻസെൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആരാണത് പ്രൊപ്പോസ് ചെയ്തത്? ഹെയ്ൻസെൻബർഗ്. അപ്പൊ ഹെയ്ൻസെൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചാൽ പറയണം. ഹെയ്ൻസെൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. It is impossible to determine simultaneously the exact position and the exact velocity of a fast moving subatomic particle like electron. Impossible to determine simultaneously the exact position and exact velocity of a fast moving subatomic particle like electron. Impossible to determine simultaneously the exact position and exact velocity of a fast moving subatomic particle like electron. Clear ആണോ? അടുത്തതാണ് മക്കളെ ഓർബിറ്റിലെ നമ്മുടെ നീൽസ് ബോർ ആണ് പറഞ്ഞത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. എന്താണ് ഓർബിറ്റ്? വേറെയാണ്. എന്താണ് ഓർബിറ്റൽ? വേറെയാണ്. തിരിഞ്ഞു പോവരുത്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ആസ് പെർ ബോർ മോഡൽ there are definite path through which electron revolve around the nucleus. This path with definite energy are called orbits or shell. അപ്പൊ മക്കളെ ഷെൽ എന്താണെന്ന് ചോദിക്കാം, ഓർബിറ്റ് എന്താണെന്ന് ചോദിക്കാം. ഡെഫിനിറ്റ് പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ശരിക്കും നമുക്ക് നിർവചിച്ചിട്ടുള്ള ഒരു വഴി, ഒരു പാത്താണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത് മക്കളെ? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഡെഫിനിറ്റ് പാത്ത്, ദ ഡെഫിനിറ്റ് പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഡെഫിനിറ്റ് പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ഓർബിറ്റ്. നോട്ട് ഓർബിറ്റൽ. ഓർബിറ്റൽ അല്ല, ഓർബിറ്റ്. അഥവാ ഷെല്ല്. ഓർബിറ്റ് ഓർ ഷെൽ, നോട്ട് ഓർബിറ്റൽ. ഓർബിറ്റൽ അത് വേറെയാണ്, നമുക്ക് പഠിക്കും. ഓർബിറ്റ്, മനസ്സിലായോ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, സൂര്യന് ചുറ്റും ഭൂമിയൊക്കെ കറങ്ങുന്ന പോലെയുള്ള ഒരു പാത്ത് ഉണ്ട്, ഒരു വഴിയുണ്ട്. അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് നോട്ട് ഓർബിറ്റൽ. മനസ്സിലായോ? പക്ഷെ മോഡേൺ തിയറി വന്നപ്പോ എന്ത് പറഞ്ഞു നമ്മള്? അങ്ങനെയല്ല. ന്യൂക്ലിയസ് ചുറ്റും ഒരു പ്രത്യേക ഏരിയയില് ദ റീജിയൻ അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് എന്താണ് നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി ഫൗണ്ട്. അതായത് ഇലക്ട്രോണിന് നമുക്ക് കാണപ്പെടാൻ സാധ്യതയുള്ള ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മേഖലകളെ നമ്മൾ എന്ത് വിളിച്ചു? ഓർബിറ്റൽ എന്ന് വിളിച്ചു. ഓർബിറ്റൽ നോട്ട് ഓർബിറ്റ്. എന്താണ്? ഓർബിറ്റൽ. There are space around the nucleus where there is maximum probability of finding the electron. എന്താണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്? എവിടെയാണ്? രണ്ട് ചോദ്യങ്ങൾ. എവിടെയാണ് അത് കാണുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും. എന്താണത്? സ്പേസ് ആണ്.
അതെങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെ എന്താ പ്രത്യേകത? അവിടെ കൂടുതൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റും. കൂടുതൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത മാത്സിൽ നിങ്ങൾ പഠിച്ചില്ലേ, ചാൻസ്, പ്രോബബിലിറ്റി. കൂടുതൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക സ്പേസിലാണ്, ചുറ്റുമാണ്, അല്ലാതെ ഒരു പ്രത്യേക പാത്തിലല്ല, വഴിയിലല്ല, സ്പേസിലാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസ് ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ കീവേഡ് സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. പിന്നെ രണ്ടാമത്തെ കീവേഡ് പ്രോബബിലിറ്റി, മാക്സിമം പ്രോബബിലിറ്റി. ആരെ? ഇലക്ട്രോണിനെ. അപ്പോ സ്പേസ് അറൌണ്ട് മാക്സിമം പ്രോബബിലിറ്റി, സ്പേസ് അറൌണ്ട് മാക്സിമം പ്രോബബിലിറ്റി, അല്ലെങ്കിൽ റീജിയൻ അറൌണ്ട് മാക്സിമം പ്രോബബിലിറ്റി, സ്പേസ് ഓർ റീജിയൻ അറൌണ്ട് മാക്സിമം പ്രോബബിലിറ്റി, റീജിയൻ അറൌണ്ട് വാട്ട്? ന്യൂക്ലിയസിന് ചുറ്റും. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് പറഞ്ഞേ. there are space around the nucleus where there is maximum probability of finding the electron is known as എന്താണ്? orbital. There are space around the nucleus where there is maximum probability of finding the electron is known as orbitals. There are space around the nucleus where there is maximum probability of finding the electrons are known as orbitals. മക്കളെ കഴിഞ്ഞ കോണ്ടന്റ് നമ്പേഴ്സ് ആണ്. കോണ്ടന്റ് നമ്പേഴ്സ് 4 എണ്ണമാണ് നമുക്ക് ഉള്ളത്. ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. Principal quantum number denoted by small letter n. Principal quantum number denoted by small letter n. Principal quantum number denoted by small letter n. Next, azimuthal quantum number denoted by small letter l. Azimuthal quantum number denoted by small letter l. Azimuthal quantum number denoted by small letter l. Next, magnetic quantum number denoted by letter m. Magnetic quantum number denoted by letter m. Magnetic quantum number denoted by letter m. ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് മക്കളെ? അത് ഫസ്റ്റ് എനർജി ലെവൽ. KLMN. K നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, L ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, M ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3, N ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? 4. അടുത്ത അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണ്. L ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ S ന് 0, P ക്ക് 1, D ക്ക് 2, F ന് 3. ഒന്നുകൂടി പഠിച്ചു വെക്കേ. S0, P ക്ക് 1, D ക്ക് 2, F ന് 3. 0 1 2 3 0 1 2 3 SPDF 0 1 2 3 പഠിച്ചു വെക്കുക. എല്ലിന്റെ വാല്യൂ എല്ല് എന്താണ് സൂചിപ്പിക്കുന്നത്? ഷേപ്പ്. അതായത് എന്ത് ഷേപ്പിലാണുള്ളത്, എത്ര ഷെല്ലാണ്, സബ് ഷെല്ലാണുള്ളത്, അതൊക്കെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത്. ഡിഫൈൻ ദ 3-dimensional ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഓർബിറ്റലിന്റെ 3-dimensional ഷേപ്പ് ആണെന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓർബിറ്റൽ ഹാവ് ഡെഫിനിറ്റ് 3-dimensional shape and orient towards different direction are clubbed together and considered as subshell. അതിനെയാണ് നമ്മൾ സബ്ഷെൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ എന്താ സൂചിപ്പിക്കുന്നത്? സബ് ഷെല്ല്. അതിന്റെ ഡിഫറെന്റ് ഓറിയന്റേഷൻ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ വരുമ്പോൾ ഡിഫറെന്റ് ഓറിയന്റേഷൻ. ഒരു എക്സാമ്പിൾ എടുക്കാം. P എന്ന സബ് ഷെൽ എടുക്കുക. P എന്ന സബ് ഷെല്ലിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണ് മക്കളെ? P എന്ന സബ് ഷെല്ലിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അത് 1 ആണ്. മനസ്സിലായോ? എന്താണ്? 1 ആണ്. ഈ പറയുന്ന n = 2 എന്ന് പറയുമ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 0 to n-1 ചെയ്യണം. 0 മുതൽ n-1 വരെ. അപ്പൊ 0 മുതൽ 2-1 വരെ, അതായത് 0-ഉം 1-ഉം. 0 എന്ന് പറഞ്ഞാൽ S, 1 എന്ന് പറഞ്ഞാൽ P. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ n = 2 എന്ന് പറയുമ്പോൾ അവിടെ S ഉണ്ടാവും, P ഉണ്ടാവും, S ഉണ്ടാവും, P ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലേക്ക് വരാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനു ഡിനോട്ട് ചെയ്യുന്നു? ഓറിയന്റേഷൻ. മക്കളെ പഠിച്ചു വെക്കുക. എസ്സിന് എന്താണ് ഓറിയന്റേഷൻ? ഒരു ഓറിയന്റേഷനേ ഉള്ളൂ. എസ് സ്ഫിയറിക്കൽ ഷേപ്പ് ആണ്. പിക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്. ഡിക്ക് വരുമ്പോൾ 5 ഓറിയന്റേഷൻ ഉണ്ട്. എഫിന് വരുമ്പോൾ 7 ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ അത് കൂടി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 2 വെച്ച് കൂടിയാണ്. എസ്സിന് 1 + 2, പിക്ക് 3 പ്ലസ് എന്താണ് 2, 5 എണ്ണം പ്ലസ് 2, 7 എണ്ണം. അതായത് 1 3 5 7. ഈ നമ്പറുകൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത് 3 കിട്ടി. അപ്പൊ എന്ന് പറയാം n = 1 2 3 4. n = 1 2 3 4. L പറയാം. L = 0 1 2 3 4. 0 1 2 3 4. അതുപോലെ എന്താ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞാൽ 1. പിന്നെന്താണ് അടുത്തത്? അടുത്തത് 2 കൂടി പറയണം. 1 3 5 7. 1 3 5 7. 1 3 5 7. എങ്ങനെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് ചെയ്യണമെന്നൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്തൊരു ഫോർമുല പഠിച്ചു വെക്കണം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല
2l+1. എല്ലിന്റെ വില അറിയാമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2l+1 ഡീറ്റെയിൽ ആയിട്ട് സാറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓറിയന്റേഷൻ. ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓറിയന്റേഷൻ. അസിമിതൽ കോണ്ടന്റ് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഷെല്ല്, സബ് ഷെല്ല്. സബ് ഷെല്ല് ഏതാണ്? അസിമിതൽ കോണ്ടന്റ് നമ്പർ 1 ആണെങ്കിൽ സബ് ഷെല്ല് പി, 0 ആണെങ്കിൽ എസ്. അങ്ങനെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് ഷെല്ലിലാണ്, ഏത് എനർജി ലെവലിലാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സൂചിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മക്കളെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ. അത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 അത്രയും പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സാർ, 1s2 2s2 2p6 3s2 3p6 പിന്നെന്താ 3d അല്ല ഫില്ല് ചെയ്യേണ്ടത്, 4s ആണ്. 4s2 3d10. പക്ഷെ എഴുതി വരുമ്പോൾ 3d എഴുതിയിട്ട് വേണം 4s എഴുതാൻ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ മാത്രം ഇവിടെ കാണപ്പെടാൻ പഠിക്കുക. ഒന്ന് പറഞ്ഞു നോക്കിയേ, 1s2 2s2 2p6 3s2 3p6 എന്താണ് 4s2 3d10. അത്രയുമാണ് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായി. ഇനി മക്കളെ നമുക്ക് ബ്ലോക്കിലേക്ക് വരാം. 4 ബ്ലോക്കുകളാണുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതിനകത്ത് എസ് ബ്ലോക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് മക്കളെ എസ് ബ്ലോക്ക്. ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്. ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ എസ് ബ്ലോക്ക്. ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. എസ് ബ്ലോക്കിന് നമ്മളിവിടെ പഠിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. എസ് ബ്ലോക്കിൽ അവസാനിക്കുന്നത്, അതായത് എസ്സിൽ അവസാനിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. എസ്സിൽ അവസാനിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. S2ൽ അവസാനിച്ചാൽ ഗ്രൂപ്പ് നമ്പർ 2, S1ൽ അവസാനിച്ചാൽ ഗ്രൂപ്പ് നമ്പർ 1. അത്രയേ ഉള്ളൂ. അടുത്തത് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് വരുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്ക്. പിയിലാണ് അവസാനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 12 കൂട്ടിയാൽ മതി. പിയിൽ ഇലക്ട്രോണിന്റെ എണ്ണം പ്ലസ് 12 ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടി. അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ല്, അതായത് അവിടുത്തെ എസ്സിലെയും ബിയിലെയും ഇലക്ട്രോണിന്റെ ഒപ്പം 10 കൂട്ടണം. ഏതാണോ എളുപ്പം അത് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പിയിലെ സബ്ഷെൽ ഇലക്ട്രോൺ പ്ലസ് 12 ചെയ്യുക, അല്ലെങ്കിൽ എസ്സിലെയും ബിയിലെയും ഇലക്ട്രോൺ കൂട്ടിയിട്ട് 10 ചെയ്യുക, 10 കൂട്ടുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഡി ബ്ലോക്കിലേക്ക് വരാം മക്കളെ. ഡി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണം? അവിടുത്തെ ലാസ്റ്റ് ഷെല്ലിലെ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക. ലാസ്റ്റ് ഷെല്ലിലെ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക. എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക. ഗ്രൂപ്പ് നമ്പർ കിട്ടി. ഡി ബ്ലോക്ക്. എഫ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് പഠിക്കാനില്ല. എഫ് ബ്ലോക്ക് എവിടെയാണ് വരുന്നത്? താഴെയാണ് വരുന്നത്. ഡി ബ്ലോക്കിലെ എലിമെന്റ്സ് നമ്മൾ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് വിളിക്കുന്നത്? അത് മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്കുള്ള ക്രമമായ മാറ്റം, ചേഞ്ചസ് ഫ്രം മെറ്റൽസ് ടു നോൺ മെറ്റൽ കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ഏത് ഗ്രൂപ്പാണ് വരുന്നത്? 3 മുതൽ 12 വരെ. 3 മുതൽ 12 വരെ. അപ്പൊ അത് പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടന്റ്. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഗ്രൂപ്പ് നമ്പർ അറിയണം. എന്നാൽ മാത്രമാണ് ഏത് ബ്ലോക്ക് ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോന്നിന്റെ ഗ്രൂപ്പ് നമ്പർ സാർ ഇപ്പൊ പറയാൻ കേട്ടോളൂ, പഠിച്ചോളൂ. എസ് ബ്ലോക്ക് 1 2, എസ് ബ്ലോക്ക് 1 2, എസ് ബ്ലോക്ക് 1 2. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധം, എസ്സിലാണെങ്കിൽ അവരുടെ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോണിന്റെ എണ്ണം, എസ്സിലാണെങ്കിൽ അവരുടെ ഒരു ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഉള്ള, ഡിയിലാണെങ്കിൽ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടണം. എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടണം. പിയിലാവും അങ്ങനെയല്ല. എസ്സിലെയും പിയിലെയും ഇലക്ട്രോൺ കൂട്ടിയിട്ട് 10 കൂട്ടണം. അല്ലെങ്കിൽ പിയിലെ മാത്രം ഇലക്ട്രോൺ എടുത്തിട്ട് 12 കൂട്ടണം. ഇതൊക്കെയാണ് മക്കളെ ഗ്രൂപ്പ് നമ്പർ. അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. പീരീഡ് നമ്പർ കാണാൻ വളരെ ഈസിയാണ്. എന്താണ്? നിങ്ങൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആ എഴുതുന്ന നമ്പർ ഉണ്ടല്ലോ, 1s 2s 3s 4s എന്നൊക്കെ 3 3 4 എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. അതാണ് പീരീഡ് നമ്പർ. ഇപ്പോൾ 3s 4s എഴുതി കഴിഞ്ഞാൽ 4 ആണ് പീരീഡ് നമ്പർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാ പീരീഡ് നമ്പറും എല്ലാവരുടെയും സെയിം ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി മക്കളെ പീരിയോഡിക് ട്രെൻഡ്സ് വരെയാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. എന്നാൽ പോലും എന്താണ് അയോണൈസേഷൻ എന്താൽപ്പി? സാറ് ലാസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്, കാണാത്തവരത് പോയി കാണുക. എന്താണ് അയോണൈസേഷൻ എന്താൽപ്പി എന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ മാത്രം പറയാം, അതിന്റെ ട്രെൻഡ് മാത്രം പറയാം. ഇത്രയേ ഉള്ളൂ. അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന മിനിമം എനർജിയാണ്. സോ അയോണൈസേഷൻ എന്താൽപ്പി ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫ്രം എ ഗാഷിയസ് ഐസൊലേറ്റഡ് ഗാഷിയസ് ആറ്റം. അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിന് താഴേക്ക് വരുന്തോറും സൈസ് കൂടുന്നതുകൊണ്ട് അയോണൈസേഷൻ എനർജി കുറവ് മതി. ഗ്രൂപ്പിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും അയോണൈസേഷൻ എനർജി കൂടണം. ഷെല്ലുകളുടെ എണ്ണം അവിടെ സെയിം ആയിരിക്കും, സൈസ് കുറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഗ്രൂപ്പിൽ ട്രെൻഡ് മാത്രം പഠിച്ചു. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും വലിപ്പം കൂടുന്നു, ഷെല്ലിന്റെ എണ്ണം കൂടുന്നു,
അയോണൈസേഷൻ എനർജി കുറയുന്നു, താഴേക്ക് ഡൗൺ കുറയുക, ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു. മക്കളെ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വോയിസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. കുളിക്കാൻ പോകുമ്പോൾ എന്താണ് അവിടെ ഓൺ ചെയ്തിട്ട് സ്പീക്കറിൽ ഓൺ ചെയ്തിട്ട് കേൾക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുന്നതിന് ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പ് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വോയിസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.